ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സഹകാരി റൈസ് പ്ലസ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഔട്ട്പുട്ട് ഡിവൈസസ്. ഔട്ട്പുട്ട് ഡിവൈസസ് ഓരോന്നും എന്താണ്, എങ്ങനെയാണ് എന്നുള്ള കാര്യം നമുക്ക് പരിശോധിക്കാം. ഔട്ട്പുട്ട് ഡിവൈസസ്. Output devices are hardware components that display, print or transmit data from computer to the user. After processing the data, computer sends the result to an output device. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്താണ് ഔട്ട്പുട്ട് ഡിവൈസ്? നമുക്ക് ആവശ്യമായിട്ടുള്ള റിസൾട്ടുകൾ അല്ലെങ്കിൽ പ്രോസസ്ഡ് ഫോം ഓഫ് ഡാറ്റയെ നമുക്ക് മുന്നിൽ കമ്പ്യൂട്ടർ പ്രസൻറ്റ് ചെയ്യുന്നത് ഔട്ട്പുട്ട് ഡിവൈസ് ഉപയോഗിച്ചിട്ടാണ് അല്ലേ. നമ്മൾ തുടക്കത്തിൽ കമ്പ്യൂട്ടറിൻ്റെ വർക്കിംഗ് ഫ്ലോ പഠിച്ചു. ഒരു യൂസർ ഒരു ഇൻപുട്ട് കൊടുക്കുന്നു. ആ ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന ഡാറ്റയെ അല്ലെങ്കിൽ പ്രോഗ്രാമിനെ CPU പ്രോസസ്സ് ചെയ്തിട്ട് ഒരു യൂസ്ഫുൾ ഇൻഫർമേഷൻ ആക്കി മാറ്റുന്നു. ആ യൂസ്ഫുൾ ഇൻഫർമേഷനെ ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കണം. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസസ് ആണ് എന്തെന്ന് പറയുന്നത്, ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോസസ്ഡ് ഫോം ഓഫ് ഡാറ്റ അല്ലെങ്കിൽ റിസൾട്ട് കാണുവാനായിട്ട് യൂസ് ചെയ്യുന്ന, കാണുവാനോ കേൾക്കുവാനോ അല്ലെങ്കിൽ പ്രിൻ്റായിട്ട് കിട്ടുവാനോ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണെന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഡിവൈസുകൾ എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത് കേട്ടോ. ഇനി വേരിയസ് ഔട്ട്പുട്ട് ഡിവൈസസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ടുന്ന ഒരു ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? മോണിറ്ററാണ്. മോണിറ്ററാണ് ആദ്യം പഠിക്കേണ്ട ഔട്ട്പുട്ട് ഡിവൈസ്. എല്ലാവർക്കും പെട്ടെന്ന് പറയാൻ കഴിയുന്ന ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് മോണിറ്ററാണ് അല്ലേ. ഓക്കെ, മോണിറ്റർ. അപ്പോൾ മോണിറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ പ്രോസസ്ഡ് ഫോം ഓഫ് ഡാറ്റ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള റിസൾട്ടുകൾ നമുക്ക് മുന്നിൽ എക്സിബിറ്റ് ചെയ്യാനായിട്ട്, പ്രദർശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് ഡിവൈസ് ആണ് മോണിറ്റർ എന്ന് പറയുന്നത്. ഈ സ്ക്രീൻ യൂസ്ഡ് ടു ഡിസ്പ്ലേ ടെക്സ്റ്റ്, ഇമേജസ്, വീഡിയോസ് ആൻഡ് ദ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ഓഫ് എ കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടറിൽ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസിനെയോ ഇമേജസിനെയോ ടെക്സ്റ്റിനെയോ അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള പ്രോസസ്ഡ് ഫോം ഓഫ് ഡാറ്റയെയും നമുക്ക് കാണിച്ചു തരുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസാണ് എന്തെന്ന് പറയുന്നത്, മോണിറ്റർ എന്ന് പറയുന്നത് കേട്ടോ. ഒരു പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് ഡിവൈസാണ്. ദെൻ ഇനി മോണിറ്ററിനെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ടൈപ്പ് ഓഫ് മോണിറ്റർ പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ മോണിറ്ററിൻ്റെ തരങ്ങൾ, ഏതൊക്കെ തരത്തിലുള്ള മോണിറ്ററാണ് ഉള്ളത് എന്നുള്ളത് നമ്മൾ പ്രത്യേകം എടുത്ത് പഠിച്ചിരിക്കണം കേട്ടോ. പഠിച്ചേ പറ്റുള്ളൂ. കാരണം പരീക്ഷകൾക്ക് പി എസ് സിയുടെ വളരെ പ്രധാനപ്പെട്ട ചോദ്യ ഇനങ്ങളാണ് ടൈപ്സ് ഓഫ് മോണിറ്ററും അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സംഗതികളും. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന മോണിറ്റർ എന്ന് പറയുന്നത് LCD മോണിറ്ററാണ്. എന്താണ് LCD മോണിറ്റർ? ഓക്കെ, അപ്പോൾ എന്താണ് LCD മോണിറ്റർ എന്ന് നമുക്ക് പരിശോധിക്കാം. LCDയുടെ ഫുൾ ഫോം എന്താണ്? ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. എന്താണ്? ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ ആണ് ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് മോണിറ്റർ, നോൺ ഫോർ ഇറ്റ്സ് സ്ലിം ഡിസൈൻ ആൻഡ് ഹൈ റെസൊല്യൂഷൻ. അപ്പോൾ സാധാരണഗതിയിൽ നമ്മളെല്ലാവരും ഇന്ന് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് മോണിറ്ററാണ് LCD മോണിറ്റർ എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമുണ്ട്, ഇലക്ട്രിസിറ്റി കൺസംഷൻ കുറവാണ്, അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് എളുപ്പമാണ്, പിന്നെ വെയ്റ്റ്ലെസ് ആണ്, സ്ലിം ആയിട്ടുള്ള ഡിസൈനാണ്. അപ്പോൾ കൂടാതെ തന്നെ എന്താണ്, ഹൈ റെസൊല്യൂഷൻ ആണ്. അപ്പം LCD മോണിറ്ററിൻ്റെ ഒരു പ്രിയം അതുകൊണ്ട് വളരെയധികം വലുതാണ് കേട്ടോ. ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് മോണിറ്റർ, നോൺ ഫോർ ഇറ്റ് സ്ലിം ഡിസൈൻ ആൻഡ് ഹൈ റെസൊല്യൂഷൻ. ഇതാണ് LCD മോണിറ്റർ എന്ന് പറയുന്നത്. ഈ LCD മോണിറ്ററിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. LCD മോണിറ്ററിൽ ഇമേജസിനെ, ഇത് നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി അടുത്തിടെ നടന്ന പരീക്ഷകൾക്കെല്ലാം കൂടുതൽ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന പരീക്ഷയിലും പ്രതീക്ഷിക്കാം. LCD മോണിറ്ററിൽ ഒരു ഇമേജ് വിസിബിൾ ആക്കുവാനായിട്ട് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്ക് ലൈറ്റിംഗ് ആണ് കേട്ടോ. ബാക്ക് ലൈറ്റിംഗ്. ഈ ബാക്ക് ലൈറ്റിംഗ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഡിസ്പ്ലേ പാനലിൽ ഒരു ഇമേജ് വിസിബിൾ ആക്കണമെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ പാനലിൻ്റെ പുറകിൽ നിന്നോ സൈഡിൽ നിന്നോ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ബാക്ക് ലൈറ്റിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. ബാക്ക് ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഇലുമിനേഷൻ സിസ്റ്റമാണ് കേട്ടോ. നമ്മുടെ ഡിസ്പ്ലേയിനെ ഇലുമിനേറ്റ് ചെയ്യാനായിട്ട് ബാക്ക് ലൈറ്റിംഗ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ബാക്ക് ലൈറ്റിംഗ് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് ഇമേജ് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ LCD ഡിസ്പ്ലേയിൽ എങ്ങനെയാണ് ഇമേജസ് ഫോം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ പറയുക, ലിക്വിഡ് ക്രിസ്റ്റൽസിൻ്റെയും ബാക്ക് ലൈറ്റിങ്ങിൻ്റെയും സഹായത്തോടു കൂടിയാണ് LCD മോണിറ്ററിൽ നമുക്ക് ഇമേജസിനെ കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ ദ മെയിൻ സോഴ്സ് ഓഫ് ഡിസ്പ്ലേ ഇൻ ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ എന്ന് ചോദിച്ചാൽ പറയുക എന്തൊക്കെയാണ്? ലിക്വിഡ് ക്രിസ്റ്റൽസിൻ്റെയും ബാക്ക് ലൈറ്റിങ്ങിൻ്റെയും സഹായത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് LCD മോണിറ്ററിൽ ഇമേജസ് കാണാൻ സാധിക്കുന്നത്. ഒരു കാര്യം കൂടി ഞാൻ പറയാം, നമ്മുടെ LCD മോണിറ്ററിൽ ബാക്ക് ലൈറ്റിംഗ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ പറയുക CCFL. ശ്രദ്ധിക്കുക, CCFL ആണ് ബാക്ക് ലൈറ്റിങ്ങിനായിട്ട് LCD മോണിറ്ററിൽ ഉപയോഗിച്ചിരുന്ന പ്രധാനപ്പെട്ട ഇലുമിനേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് കേട്ടോ. CCFLൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് കോൾഡ് കാഥോഡ് ഫ്ലൂറസെൻ്റ്
ഫ്ലൂറസെൻ്റ് ലാമ്പ്, കോൾഡ് കാഥോഡ് ഫ്ലൂറസെൻ്റ് ലാമ്പാണ് ബാക്ക് ലൈറ്റിങ്ങിന് വേണ്ടിയിട്ട് LCD മോണിറ്ററിൽ ഉപയോഗിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ബാക്ക് ലൈറ്റിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, ഇമേജസ് കാണാൻ സാധിക്കുകയുള്ളൂ. ഡിസ്പ്ലേ പാനലിൻ്റെ പുറകിൽ നിന്നോ വശങ്ങളിൽ നിന്നോ ബാക്ക് ലൈറ്റിംഗ് കൊടുത്താൽ മാത്രമേ അതിലുള്ള ഇമേജസ് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നത് എന്താണ്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് അല്ലെങ്കിൽ LED മോണിറ്റർ. അറ്റ് പ്രസന്റ് ആയിട്ട് കൂടുതൽ ആളുകൾ നമ്മളെല്ലാവരും പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് മോണിറ്റേഴ്സും അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ടെലിവിഷൻ ഡിസ്പ്ലേ എന്നൊക്കെ പറയുന്നത് LED ഡിസ്പ്ലേ ആണ് അല്ലെങ്കിൽ LED മോണിറ്റർ ആണ്. LEDയുടെ ഫുൾ ഫോം എന്താണ്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, എ വേരിയേഷൻ ഓഫ് LCD ദാറ്റ് ഓഫേഴ്സ് ബെറ്റർ എനർജി എഫിഷ്യൻസി ആൻഡ് കളർ അക്യുറസി കേട്ടോ. അപ്പോൾ നമുക്ക് LCD മോണിറ്ററിനേക്കാളും കുറച്ചും കൂടി എനർജി എഫിഷ്യൻറ്റും അതുപോലെ തന്നെ കളർ അക്യുറസിയും ഉള്ള ടൈപ്പ് ഓഫ് മോണിറ്ററാണ് LED എന്ന് പറയുന്നത്. ഈ LED-യിലും ഉപയോഗിക്കുന്നത് എന്ത് തന്നെയാണ്, ബാക്ക് ലൈറ്റിംഗ് തന്നെയാണ് കേട്ടോ. ബാക്ക് ലൈറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് ഉപയോഗിച്ച് തന്നെ വർക്ക് ആവുന്ന മോണിറ്ററാണ് LED മോണിറ്റർ എന്ന് പറയുന്നത്. ഈ LED മോണിറ്ററിൽ ബാക്ക് ലൈറ്റിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡുകളാണ് കേട്ടോ. അപ്പോൾ ഈ ബാക്ക് ലൈറ്റിംഗ് കിട്ടുവാനായിട്ട് ഇലിമിനേഷൻ സിസ്റ്റമായിട്ട് യൂസ് ചെയ്യുന്ന LED മോണിറ്ററിൽ യൂസ് ചെയ്യുന്നത് എന്താണ്, LEDs തന്നെയാണ് കേട്ടോ. LEDs ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡിസ്പ്ലേ പാനലിനെ ബാക്ക് ലൈറ്റിംഗ് കൊടുക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇമേജ് കാണാനായിട്ട് സാധിക്കുന്നത് എന്ന് മനസ്സിലാക്കുക കേട്ടോ. അത് പഠിക്കാൻ എളുപ്പമുണ്ട്. LEDs തന്നെയാണ് ബാക്ക് ലൈറ്റിങ്ങിന് വേണ്ടിയിട്ട് LED മോണിറ്ററിൽ യൂസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ദെൻ LED മോണിറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ചും ഇലക്ട്രിസിറ്റി കൺസംഷൻ വളരെയധികം കുറവാണ്, വെയ്റ്റ്ലെസ് ആണ്. LCD മോണിറ്ററിനേക്കാളും കുറച്ചും കൂടി പിക്ചർ ക്ലാരിറ്റിയും കളർ അക്യുറസിയും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദെൻ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന മോണിറ്റർ എന്ന് പറയുന്നത് OLED മോണിറ്റർ. OLED ഫുൾ ഫോം എന്താണ്, ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഇത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഈ ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡിൽ OLED മോണിറ്ററിൽ ബാക്ക് ലൈറ്റിംഗ് ഉപയോഗിക്കുന്നില്ല. OLED ടൈപ്പ് ഓഫ് മോണിറ്ററിൽ ബാക്ക് ലൈറ്റിംഗ് എന്ത് ചെയ്യുന്നില്ല, ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നില്ല. പകരം ഓർഗാനിക് മെറ്റീരിയൽ ആണ് എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത് കേട്ടോ. ഓർഗാനിക് മെറ്റീരിയൽ ആണ് OLEDയിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. എന്താണ് OLEDയിൽ ഉപയോഗിക്കുന്നത്, ഓർഗാനിക് മെറ്റീരിയൽ ആണ്. ഓർഗാനിക് മെറ്റീരിയൽസ് ആണ് എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. ഇലക്ട്രിക് കറണ്ടിനെ ഓർഗാനിക് മെറ്റീരിയലിൽ കൂടി പാസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ആ മോണിറ്ററിലുള്ള ഓരോ പിക്സലും എന്ത് ചെയ്യുന്നു, സ്വയം ലൈറ്റ് എമിറ്റ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഓർഗാനിക് LED മോണിറ്റർ വർക്ക് ചെയ്യുന്നത്. മൈ ഡിയർ ഫ്രണ്ട്സ്, ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക. ഇതുപോലുള്ള ചോദ്യങ്ങൾ വരാം. ആ സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ വരാൻ പാടില്ല കേട്ടോ. അടുത്ത കാലത്ത് നടന്ന ഒരു എക്സാമിന് ഈ OLEDയിൽ ബാക്ക് ലൈറ്റിംഗ് ഉപയോഗിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ബാക്ക് ലൈറ്റിംഗ് ഉപയോഗിക്കാത്ത മോണിറ്റർ ഏതാണ് എന്നൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, OLEDയിൽ പ്രധാനമായിട്ടും ബാക്ക് ലൈറ്റിംഗ് ഉപയോഗിക്കുന്നില്ല. OLEDയിൽ ഉപയോഗിക്കുന്നത് ഓർഗാനിക് മെറ്റീരിയൽ ആണ്. ഓർഗാനിക് മെറ്റീരിയലിൽ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ആ മോണിറ്ററിനകത്തുള്ള ഓരോ പിക്സലും സ്വയം ലൈറ്റ് എമിറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു മോണിറ്ററിൽ ഇമേജസ് ഡിസ്പ്ലേയിൽ വരുന്നത് കേട്ടോ. വളരെ നല്ല കളർ പ്രൊപ്പോർഷൻ ഉള്ള ടൈപ്പ് ഓഫ് മോണിറ്ററാണ് OLED എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത് കേട്ടോ. ഡീപ്പറായിട്ടുള്ള ബ്ലാക്ക് കളറൊക്കെ ഫോം ചെയ്യാൻ വളരെ നല്ല രീതിയിൽ കപ്പാസിറ്റി ഉള്ള ഒരു മോണിറ്ററാണ് OLED മോണിറ്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് മോണിറ്റർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ബാക്ക് ലൈറ്റിംഗ് ഉപയോഗിക്കാത്ത ഒരു മോണിറ്ററാണ് OLED എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കുക. ദെൻ ലാസ്റ്റ് നമ്മൾ പഠിക്കുന്ന ടൈപ്പ് ഓഫ് മോണിറ്റർ ആണ് CRT മോണിറ്റർ. എന്താണ് CRT മോണിറ്റർ? CRT മോണിറ്ററിന്റെ ഫുൾ ഫോം എന്താ, കാഥോഡ് റേ ട്യൂബ്. എന്താണ്, കാഥോഡ് റേ ട്യൂബ് ആണ്. ഓൾഡർ ബൾക്കി ടെക്നോളജി നൗ ലാർജ്ലി റീപ്ലേസ്ഡ് ബൈ LCD ആൻഡ് LED മോണിറ്റേഴ്സ്. പഴയ കാലഘട്ടത്തിൽ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു ടൈപ്പ് ഓഫ് മോണിറ്ററാണ് CRT മോണിറ്റർ എന്ന് പറയുന്നത്. പക്ഷേ LCD മോണിറ്ററിൻ്റെയും LED മോണിറ്ററിൻ്റെയും ഒക്കെ വരവോടുകൂടി ഈ CRT മോണിറ്റർ ഇപ്പം എങ്ങും കാണാൻ തന്നെ നമുക്ക് സാധിക്കുന്നില്ല. കയ്യിലുണ്ടായിരുന്ന ആളുകളെല്ലാം എന്ത് ചെയ്തു, അത് കണ്ടംപ്റ്റ് ചെയ്തു. കാരണം എന്താണ്, മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട്. ഇലക്ട്രിസിറ്റി കൺസംഷൻ കൂടുതലാണ്, വളരെയധികം ഭാരമുള്ളതാണ്, ക്യാരി ചെയ്യാനായിട്ടൊക്കെ പാടാണ് കേട്ടോ. കമ്പ്യൂട്ടറിന് ഇടയ്ക്കിടയ്ക്ക് റീലൊക്കേറ്റ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് പൊക്കിയെടുത്ത് കൊണ്ടുപോകാനൊക്കെ ശരി ഭാരമുള്ള ഒരു ഡിവൈസ് ആണ്. സോ CRT മോണിറ്റർ ഒന്നും ആരും ചെയ്യുന്നില്ല, അധികം ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക കേട്ടോ.
അപ്പോൾ ഇതാണ് CRT മോണിറ്റർ. പിന്നെ CRT മോണിറ്ററിലും ബാക്ക് ലൈറ്റിംഗ് ഉപയോഗിക്കുന്നില്ല. CRT മോണിറ്ററിലും ബാക്ക് ലൈറ്റിംഗ് ഉപയോഗിക്കുന്നില്ല. ഇവിടെ ഒരു ഇലക്ട്രോണിക് ബീമിൻ്റെ സഹായത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ CRT മോണിറ്ററിൽ ഇമേജ് ഡിസ്പ്ലേ ആവുന്നത് എന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ CRT മോണിറ്ററിൽ ഇമേജ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇലക്ട്രോണിക് ബീം കേട്ടോ. ഇലക്ട്രോൺ ബീമിൻ്റെ സഹായത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത്, CRT മോണിറ്ററിൽ ഇമേജ് ക്രിയേറ്റ് ആവുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ CRT മോണിറ്ററിലും OLEDയിലും എന്താണ്, ബാക്ക് ലൈറ്റിംഗ് ഉപയോഗിക്കുന്നില്ല കേട്ടോ. CRT മോണിറ്ററിലും OLED മോണിറ്ററിലും ബാക്ക് ലൈറ്റിംഗ് എന്ത് ചെയ്യുന്നില്ല, ഉപയോഗിക്കുന്നില്ല എന്നുള്ള വസ്തുത മനസ്സിലാക്കുക. അപ്പോൾ ഈ മോണിറ്ററിനെ കുറിച്ചുള്ള ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമുക്ക് മെല്ലെ അടുത്ത ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് ചെല്ലാം. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രിൻ്റർ. എന്താണ് പ്രിൻ്റർ? A devices that produce a physical copy of digital content such as text and images onto paper or other materials. വേറൊന്നുമല്ല, ഡിജിറ്റൽ ഫോർമാറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഡോക്യുമെൻറ്റിനെ ഫിസിക്കലി പേപ്പറിൽ പ്രിൻ്റ് അടിച്ചെടുക്കുവാനായി യൂസ് ചെയ്യുന്ന ഡിവൈസാണ് പ്രിൻ്റർ എന്നുള്ളത് അതിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ പ്രിൻ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫിസിക്കൽ കോപ്പി ഓഫ് എ ഡിജിറ്റൽ ഡോക്യുമെൻ്റ് എടുക്കുവാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് പ്രിൻ്റർ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് ഞാൻ കൂടുതൽ കഥ ഞാൻ പറയുന്നില്ല. പ്രിൻ്ററിനെ കുറിച്ച് പറയുമ്പോൾ പ്രിൻ്റർ പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് അവൈലബിൾ. പ്രിൻ്റർ പ്രധാനമായിട്ടും രണ്ട് തരത്തിൽ അവൈലബിൾ ആണ്. ഫസ്റ്റ് ടൈപ്പ് ഓഫ് പ്രിൻ്റർ എന്ന് പറയുന്നത് ഇമ്പാക്റ്റ് പ്രിൻ്റർ. എന്താണ് ഇമ്പാക്റ്റ് പ്രിൻ്റർ? ഇമ്പാക്റ്റ് പ്രിൻ്റർ. രണ്ടാമതായിട്ട് നമ്മൾ പഠിക്കുന്ന പ്രിൻ്റർ എന്ന് പറയുന്നത് നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റർ. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള പ്രിൻ്റേഴ്സാണ് അവൈലബിൾ ആയിട്ട് ഉള്ളത്. ഈ ഇമ്പാക്റ്റ് പ്രിൻ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെക്കാനിക്കൽ ആക്ടിവിറ്റി നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രിൻ്റ് എടുക്കാൻ സാധിക്കുന്ന ടൈപ്പ് ഓഫ് പ്രിൻ്ററാണ് ഇമ്പാക്റ്റ് പ്രിൻ്റർ എന്ന് പറയുന്നത്. അതായത് ഒരു ഇങ്ക്ഡ് റിബണിൽ, ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക, ഒരു ഇങ്ക്ഡ് റിബണിൽ ഒരു ഹാമറിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് കൊണ്ട് സ്ട്രൈക്ക് ചെയ്ത് പ്രിൻ്റ് എടുക്കുന്ന രീതി, അത്തരം പ്രിൻറ്റേഴ്സിനെയാണ് നമ്മൾ ഇമ്പാക്റ്റ് പ്രിൻ്റർ എന്ന് പറയുന്നത് കേട്ടോ. ഒരു മെക്കാനിക്കൽ ആക്ടിവിറ്റി അവിടെ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പ്രിൻ്റ് എടുക്കുവാൻ സാധിക്കുന്ന ടൈപ്പ് ഓഫ് പ്രിൻ്ററാണ് ഇമ്പാക്റ്റ് പ്രിൻ്റർ എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഒരു ഹാമറോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റോ ഒക്കെ ഒരു ഇങ്ക്ഡ് റിബണിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പേപ്പറിൽ നമുക്ക് ക്യാരക്ടേഴ്സ് പ്രിൻ്റ് ചെയ്തെടുക്കുവാൻ സാധിക്കുന്ന തരത്തിലുള്ള പ്രിൻ്റർ എന്താണ്, ഇമ്പാക്റ്റ് പ്രിൻ്ററാണ്. ഇമ്പാക്റ്റ് പ്രിൻ്ററുകൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് എന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇമ്പാക്റ്റ് പ്രിൻ്ററിൻ്റെ ഉദാഹരണം ഞാനിവിടെ എഴുതുകയാണ്. ഇമ്പാക്റ്റ് പ്രിൻ്ററിൻ്റെ പ്രധാനപ്പെട്ട ഉദാഹരണം എന്ന് പറയുന്നത് ഡോട്ട് മാട്രിക്സ് പ്രിൻ്റർ, ചെയിൻ പ്രിൻ്റർ, ലൈൻ പ്രിൻ്റർ, ഡൈസി വീൽ പ്രിൻ്റർ, ഇതെല്ലാം ഇമ്പാക്റ്റ് പ്രിൻ്ററിൻ്റെ ഉദാഹരണങ്ങളാണ് കേട്ടോ. ഡോട്ട് മാട്രിക്സ് പ്രിൻ്റർ, ചെയിൻ പ്രിൻ്റർ, ലൈൻ പ്രിൻ്റർ, ഡൈസി വീൽ പ്രിൻ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പാക്റ്റ് പ്രിൻ്ററുകൾക്ക് ഉദാഹരണങ്ങളാണ്. ഇവിടെയെല്ലാം ഒരു ഇങ്ക്ഡ് റിബണിൽ ഒരു ഒബ്ജക്റ്റ് വന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോഴാണ് ക്യാരക്ടേഴ്സ് എന്ത് ചെയ്യുന്നത്, പേപ്പറിൽ പ്രിൻ്റ് ആവുന്നത്. അത്തരത്തിലുള്ള പ്രിൻ്ററിനെയാണ് നമ്മൾ ഇമ്പാക്റ്റ് പ്രിൻ്റർ എന്ന് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. നമ്പർ 2, നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈറ്റിൻ്റെയോ ഒരു ലേസർ ലൈറ്റിൻ്റെയോ അല്ലെങ്കിൽ ഹീറ്റിൻ്റെയോ അതുമല്ലെങ്കിൽ ഇങ്ക് സ്പ്രേയുടെയോ ഒക്കെ സഹായത്തിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രിൻ്റ് ജനറേറ്റ് ആകുന്ന പ്രിൻ്ററുകളെ നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററുകൾ എന്ന് എന്ത് ചെയ്യാം, നമുക്ക് പറയാം. ഒന്നുകൂടി ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക. നമുക്ക് ലൈറ്റിൻ്റെയോ ചൂടിൻ്റെയോ അല്ലെങ്കിൽ ഇങ്ക് സ്പ്രേയുടെയോ ഒക്കെ സഹായത്തോടു കൂടി നമുക്ക് പ്രിൻ്റ് എടുക്കാൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനെ നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റർ എന്ന് പറയാം. ഇമ്പാക്റ്റ് പ്രിൻ്ററിന് ഒരു പ്രശ്നമുണ്ട്. ഇമ്പാക്റ്റ് പ്രിൻ്റേഴ്സ് ഉപയോഗിച്ച് നമ്മൾ പ്രിൻ്റ് എടുക്കുമ്പോൾ നല്ല നോയ്സ് വരും അല്ലേ, കൂടുതൽ സൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കൂടുതൽ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് ക്യാരക്ടേഴ്സിനെ പ്രിൻ്റാക്കി എടുക്കുന്ന ടൈപ്പ് ഓഫ് പ്രിൻ്ററാണ് ഇമ്പാക്റ്റ് പ്രിൻ്റേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അത്രയ്ക്ക് പോപ്പുലർ ഒന്നും അല്ല, പഴയ കാലഘട്ടങ്ങളിൽ കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നു. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന പ്രിൻ്റേഴ്സാണ് നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റേഴ്സിൻ്റെ ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ലേസർ പ്രിൻ്റർ. നമ്മളിന്ന് ഉപയോഗിക്കുന്ന സാധാരണ തരത്തിലുള്ള പ്രിൻ്ററുകളാണെന്ന് പറയുന്നത് ലേസർ പ്രിൻ്റർ എന്ന് പറയുന്നത് കേട്ടോ, ലേസർ പ്രിൻ്റർ. 2 എന്താണ്, ഇങ്ക് ജെറ്റ് പ്രിൻ്റർ. അതുപോലെ തന്നെ ലേസർ പ്രിൻ്റർ, ഇങ്ക് ജെറ്റ് പ്രിൻ്റർ, തെർമൽ
തെർമൽ പ്രിൻ്റർ, ഇതെല്ലാം നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററിന് ഉദാഹരണങ്ങളാണ് കേട്ടോ. ഇതെല്ലാം നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററുകൾക്ക് ഉദാഹരണങ്ങളാണ് എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ പ്രിൻ്റർ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുണ്ട്, ഇമ്പാക്റ്റ് പ്രിൻ്ററും നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററും. ഇമ്പാക്റ്റ് പ്രിൻ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെക്കാനിക്കൽ ആക്ഷൻ നടക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിൻ്റ് ചെയ്യാനായിട്ട് പറ്റും. ആക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ഒബ്ജക്റ്റ് വന്ന്, ഒരു ഹാമറിങ് ഒബ്ജക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വന്ന് ഒരു ഇങ്ക്ഡ് റിബണിൽ സ്ട്രൈക്ക് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്യാരക്ടേഴ്സ് എന്ത് ചെയ്യുന്നത്, പേപ്പറിൽ പ്രിൻ്റ് ആവുന്നത് കേട്ടോ. അപ്പോൾ അതിന് ഉദാഹരണം നമ്മൾ പഠിച്ചു, ഡോട്ട് മാട്രിക്സ് പ്രിൻ്റർ, ചെയിൻ പ്രിൻ്റർ, ലൈൻ പ്രിൻ്റർ, ഡെയ്സി വീൽ പ്രിൻ്റർ എന്നൊക്കെ പറയുന്നത് എന്താണ്, ഇമ്പാക്റ്റ് പ്രിൻ്ററുകൾക്ക് ഉദാഹരണങ്ങളാണ്. നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ എന്താണ്, ചൂടിൻ്റെയോ ലൈറ്റിൻ്റെയോ അല്ലെങ്കിൽ ഇങ്ക് സ്പ്രേയുടെയൊക്കെ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന പ്രിൻ്ററാണ് എന്തെന്ന് പറയുന്നത്, നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റർ എന്ന് പറയുന്നത്. ഇത് കുറച്ചും കൂടി ക്വാളിറ്റിയോട് കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററിൽ പ്രിൻ്റ് ഔട്ടുകൾ അടിച്ചെടുക്കാനായിട്ട് സാധിക്കും. നോയ്സും കുറവാണ്, കുറച്ചും കൂടി ഫാസ്റ്റുമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ടൈപ്സ് ഓഫ് പ്രിൻ്റർ ഉണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്. ഇങ്ക് ജെറ്റ് പ്രിൻ്റർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇങ്ക് ജെറ്റ് പ്രിൻ്റർ കേട്ടോ, uses liquid ink to create text and images, common for home use. ഇങ്ക്ജെറ്റ് പ്രിൻ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡ് ഇങ്കുകളുടെ സഹായത്തോടു കൂടി നമുക്ക് ടെക്സ്റ്റും ഇമേജസും ഒക്കെ പ്രിൻ്റ് ചെയ്യാൻ സാധിക്കുന്ന പ്രിൻ്ററുകളാണ് ഇങ്ക്ജെറ്റ് പ്രിൻ്റർ എന്ന് പറയുന്നത്. ഈ ഇങ്ക്ജെറ്റ് പ്രിൻ്ററുകളിൽ ചെറിയ നോസിൽസ് ഉണ്ട്. ഈ നോസിൽസ് വഴി ആവശ്യമായിട്ടുള്ള മഷി സ്പ്രേ ചെയ്തിട്ടാണ് പേപ്പറിൽ എന്ത് ചെയ്യുന്നത്, ക്യാരക്ടേഴ്സിനെയും ഇമേജസിനെയൊക്കെ എന്ത് ചെയ്യുന്നത്, പ്രിൻ്റ് ചെയ്യുന്നത് കേട്ടോ. വീട്ടാവശ്യത്തിനായിട്ട് സാധാരണഗതിയിൽ യൂസ് ചെയ്യുന്ന പ്രിൻ്ററാണ് എന്തോന്ന് പറയുന്നത്, നമ്മുടെ ഇങ്ക്ജെറ്റ് പ്രിൻ്റർ എന്ന് പറയുന്നത്. നമ്പർ 2 സെക്കൻഡ് വരുന്നത് എന്താണ്, ലേസർ പ്രിൻ്ററാണ്. ലേസർ പ്രിൻ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, യൂസസ് ലേസർ ടെക്നോളജി ആൻഡ് ടോണർ ടു പ്രൊഡ്യൂസ് ഹൈ ക്വാളിറ്റി പ്രിന്റ്സ് ഓഫൻ യൂസ്ഡ് ഇൻ ഓഫീസസ്. നമ്മൾ സാധാരണ ഓഫീസ് പർപ്പസസിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന സാധാരണ നമ്മൾ കാണുന്ന പ്രിൻ്റർ എല്ലാം ലേസർ പ്രിൻ്ററാണ്. അപ്പം ലേസർ ലൈറ്റിൻ്റെ, ലേസർ രശ്മിയുടെ സഹായത്തോടു കൂടി പ്രിൻ്റ് ഔട്ട് അടിച്ചെടുക്കുവാൻ സാധിക്കുന്ന തരത്തിലുള്ള പ്രിൻ്ററിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലേസർ പ്രിൻ്റർ എന്ന് പറയുന്നത് കേട്ടോ. ലേസർ പ്രിൻ്ററിനകത്ത് എന്തുണ്ട്, ടോണർ അല്ലെങ്കിൽ കാട്രിഡ്ജ് ഉണ്ടാവും. അപ്പോൾ ഈ കാട്രിഡ്ജ് ടോണറിൻ്റെയും ലേസറിൻ്റെയും സഹായത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ഈ പ്രിൻ്ററിൽ നമ്മൾ പ്രിൻ്റ് ഔട്ട് എന്ത് ചെയ്യുന്നത്, അടിച്ചെടുക്കുന്നത് കേട്ടോ. ഈ ഇങ്ക്ജെറ്റ് പ്രിൻ്ററും ലേസർ പ്രിൻ്ററും ഒക്കെ എന്തിൻ്റെ ഉദാഹരണങ്ങളാണ്, പറയൂ എന്തിൻ്റെയാണ്? ഇങ്ക്ജെറ്റ് പ്രിൻ്ററിൽ നടക്കുന്ന പരിപാടി എന്താ, ഇങ്ക് സ്പ്രേ ആണ്. ലേസർ പ്രിൻ്ററിലോ ലൈറ്റാണ് എന്ത് ചെയ്യുന്നത്, പ്രിൻ്റ് എടുക്കാൻ സഹായിക്കുന്നത്. അപ്പോൾ എന്ത് പ്രിൻ്റേഴ്സ് ആയിരിക്കും, നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റേഴ്സ് ആണ്. ഏറ്റവും കൂടുതലായിട്ട് ക്വാളിറ്റി ഉള്ള പ്രിൻ്റുകൾ എടുക്കുവാൻ സാധിക്കുന്ന അല്ലെങ്കിൽ നോയിസ് വളരെ കുറവായ, സാധാരണ ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിൻ്ററുകളാണ് എന്തെന്ന് പറയുന്നത്, നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ദെൻ ഇത് ഡോട്ട് മാട്രിക്സ് പ്രിൻ്റർ. ഡോട്ട് മാട്രിക്സ് പ്രിൻ്റർ എന്ന് പറഞ്ഞാൽ ഓൾഡർ ടെക്നോളജിയാണ്. ദാറ്റ് പ്രിൻസ് ബൈ സ്ട്രൈക്കിംഗ് ആൻഡ് ഇങ്ക് റിബൺ. സ്ട്രൈക്കിംഗ് ആൻഡ് ഇങ്ക് റിബൺ എഗെയിൻസ്റ്റ് പേപ്പർ ടൈപ്പിക്കലി യൂസ്ഡ് ഫോർ മൾട്ടി പാർട്ട് ഫോംസ്. അപ്പോൾ ഓൾഡർ ടെക്നോളജി ആണ്. എങ്ങനെയാണ് ഇതിൽ പ്രിൻ്റ് ഔട്ടുകൾ നമ്മൾ എടുക്കുന്നത്, ക്യാരക്ടേഴ്സ് ജനറേറ്റ് ചെയ്യാനായിട്ട് എന്താണ്, അതെ ഒരു ഒബ്ജക്റ്റ് ഇങ്ക്ഡ് റിബണിൽ സ്ട്രൈക്ക് ചെയ്തിട്ടാണ് ക്യാരക്ടേഴ്സ് എന്ത് ചെയ്യുന്നത്, പ്രിൻ്റ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് തരത്തിലുള്ള പ്രിൻ്ററാണ്, ഇമ്പാക്റ്റ് പ്രിൻ്ററാണ്. പഴയ കാലഘട്ടങ്ങളിൽ കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്ന പ്രിൻ്ററാണ്. ഒരുപാട് നോയ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രിൻ്ററാണ്. അത്രയ്ക്കും ഭയങ്കര ക്വാളിറ്റി ആയിട്ടുള്ള ഇമേജസ് ഒന്നും എടുക്കാൻ സാധിക്കാത്ത ടൈപ്പ് ഓഫ് പ്രിൻ്ററാണ് എന്തെന്ന് പറയുന്നത്, നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡോട്ട് മാട്രിക്സ് പ്രിൻ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റർ ആണ് എന്ന് മനസ്സിലാക്കുക. ഇമ്പാക്റ്റ് പ്രിൻ്റർ, നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റർ നല്ല വൃത്തിയായിട്ട് പഠിച്ചോളൂ കേട്ടോ. ഒരു തവണ കേട്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ എൻ്റെ ഈ വീഡിയോ ഒരു തവണയും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, കേട്ട് പഠിക്കുക. സോ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണെന്ന് പറയുന്നത് സ്പീക്കേഴ്സ് എന്ന് പറയുന്നത്. എന്താണ് സ്പീക്കേഴ്സ്? ഔട്ട്പുട്ട് ഡിവൈസ് ദാറ്റ് പ്രൊഡ്യൂസ് സൗണ്ട് ഫ്രം ഡിജിറ്റൽ ഓഡിയോ സിഗ്നൽസ്. സ്പീക്കേഴ്സ് ആർ യൂസ്ഡ് ഫോർ പ്ലേയിങ് മ്യൂസിക്, സിസ്റ്റം അലേർട്സ്, വോയിസ് ഫീഡ്ബാക്ക് എക്സെട്ര. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം, ഡിജിറ്റലി നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡിജിറ്റൽ ഓഡിയോ സിഗ്നലുകളെ നമുക്ക് സൗണ്ടിൻ്റെ രൂപത്തിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് സ്പീക്കർ എന്ന് പറയുന്നത്. ഇപ്പോൾ പാട്ട് കേൾക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും വോയിസ് ഫീഡ്ബാക്കുകളൊക്കെ കേൾക്കുവാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് എന്തെന്ന് പറയുന്നത്, സ്പീക്കർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കൂടുതൽ ഞാൻ അതിനെക്കുറിച്ച് കഥ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ടൈപ്സ് ഓഫ് സ്പീക്കേഴ്സ്, സ്പീക്കറിൻ്റെ ടൈപ്പുകൾ. ബിൽറ്റ് ഇൻ സ്പീക്കേഴ്സ് കോമൺ ഇൻ ലാപ്ടോപ്സ് ആൻഡ് മോണിറ്റർ. ഇപ്പോൾ മോണിറ്ററിലും ലാപ്ടോപ്പിലൊക്കെ ബിൽറ്റ് ഇൻ സ്പീക്കറാണ്. നമ്മൾ എക്സ്ട്രാ സ്പീക്കർ വാങ്ങി കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ലാപ്ടോപ്പിനോടൊപ്പം ഇന്നത്തെ ചില മോണിറ്ററുകളിലും അത് വാങ്ങുമ്പോൾ തന്നെ മോണിറ്ററിൻ്റെ കൂടെ അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെ കൂടെ തന്നെ സ്പീക്കേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ. പക്ഷേ ഭയങ്കരമായ ശബ്ദമൊന്നും ഉണ്ടാവില്ല. ഒരു ഒപ്റ്റിമൽ ശബ്ദമേ നമുക്ക് ഇത്തരത്തിലുള്ള ബിൽറ്റ് ഇൻ സ്പീക്കേഴ്സ് വഴി കേൾക്കാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. ദെൻ
എക്സ്റ്റേണൽ സ്പീക്കേഴ്സ്, ലാർജർ സ്പീക്കേഴ്സ് ഓഫൻ യൂസ്ഡ് ഫോർ ബെറ്റർ സൗണ്ട് ക്വാളിറ്റി. നമുക്ക് കുറച്ചും കൂടി നല്ല ഡിജിറ്റൽ രീതി DTS പോലുള്ള ശബ്ദമൊക്കെ കേൾക്കണം, അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി ആയിട്ടും നല്ല ഉച്ചത്തിൽ ശബ്ദം കേൾക്കണമെന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ സ്പീക്കർ വാങ്ങി നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ടോ ലാപ്ടോപ്പുമായിട്ടോ ഒക്കെ കണക്ട് ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ. നമ്മൾ സൗണ്ട് ബാറൊക്കെ വാങ്ങി കണക്ട് ചെയ്യാറില്ലേ, അതുപോലെ തന്നെ. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന കുറേ ഔട്ട്പുട്ട് ഡിവൈസുകളാണ്. ഒന്ന് ഹെഡ്ഫോൺസ്. എന്താണ് ഹെഡ്ഫോൺസ്? Personal output devices worn on the ears that allow users to listen to audio from the computer. They are used in gaming, media consumption and communication. Headphones എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണലി നമുക്ക് കേൾക്കുവാൻ വേണ്ടിയിട്ട് മാത്രം നമ്മുടെ ഇയറിൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ചെവിയിൽ വെച്ച് കേൾക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ടൈപ്പ് ഓഫ് ഔട്ട്പുട്ട് ഡിവൈസ് ആണ് ഹെഡ്ഫോൺസ് എന്ന് പറയുന്നത് അല്ലേ. ഹെഡ്ഫോൺസ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ശബ്ദം കേൾക്കാൻ വേണ്ടിയല്ലേ. നമ്മൾ ഹെഡ്ഫോൺസ് വെച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്, പേഴ്സണലി പാട്ട് കേൾക്കുന്നതും അല്ലെങ്കിൽ ഗെയിം കളിക്കുന്നതും, അല്ലെങ്കിൽ നമ്മൾ പേഴ്സണലി മറ്റാരും കേൾക്കാത്ത രീതിയിൽ നമുക്ക് മാത്രം കേൾക്കണം എന്നുള്ള ആഗ്രഹത്തോടെ നമ്മൾ സൗണ്ട് സിഗ്നൽസ് കേൾക്കുന്നത് എങ്ങനെയാണ്, ഹെഡ്ഫോൺസ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതൽ കഥ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കത് അറിയാവുന്ന കാര്യം തന്നെയാണ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടുന്ന ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ് പ്രൊജക്ടർ എന്ന് പറയുന്നത്. പ്രൊജക്ടർ, a device used to project the computer screen's output onto a larger surface such as a wall or screen, often used in presentations, lectures or home theaters. പ്രൊജക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ കാണുന്ന വിഷ്വൽസിനെ കുറച്ചും കൂടി വലിയ ഒരു വിഷ്വലായിട്ട് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ചുമരിലോ അല്ലെങ്കിൽ പ്രൊജക്ടർ സ്ക്രീനിലേക്കോ പ്രൊജക്റ്റ് ചെയ്യിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് പ്രൊജക്ടർ എന്ന് പറയുന്നത് കേട്ടോ. എ ഡിവൈസ് യൂസ്ഡ് ടു പ്രൊജക്ട് കമ്പ്യൂട്ടർ സ്ക്രീൻസ് ഔട്ട്പുട്ട് ഓൺ ടു ലാർജർ സർഫസ് സച്ച് എസ് വാൾ ഓർ സ്ക്രീൻ. നമ്മുടെ കമ്പ്യൂട്ടറിൽ കാണുന്ന വിഷ്വൽസിനെ വലിയൊരു ചുമരിലോ അല്ലെങ്കിൽ ഒരു പ്രൊജക്ടർ സ്ക്രീനിലോ ഒക്കെ വലിയ അളവിൽ അല്ലെങ്കിൽ വലിയ ഒരു വിഡ്ത്തിലും ഹൈറ്റിലും ഒക്കെ കാണുവാനായിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസാണ് പ്രൊജക്ടർ എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പോൾ പ്രസൻറ്റേഷൻസ് ഒക്കെ അവതരിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ലെക്ചർ ക്ലാസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഹോം തിയേറ്ററൊക്കെ സെറ്റപ്പ് ആക്കുമ്പോഴത്തേക്ക് പ്രൊജക്ടർ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇപ്പോൾ വളരെ ചീപ്പായിട്ടുള്ള പ്രൊജക്ടേഴ്സും ഉണ്ട്, ക്ലാരിറ്റി കുറവായിരിക്കും. നമ്മൾ ഓൺലൈനിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വില കുറച്ച് നമുക്ക് വാങ്ങാൻ പറ്റും. അങ്ങനെ ക്ലാരിറ്റി കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ എക്സ്പെൻസും എന്ത് ചെയ്യും, കൂടുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ നമ്മൾ സിനിമാ തിയേറ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പ്രൊജക്ടർ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ സ്ക്രീനിൽ പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുക. ദെൻ നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന ഒരു ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് പ്ലോട്ടേഴ്സ് ആണ്. ഇതൊന്ന് നിങ്ങൾ പഠിക്കണം കേട്ടോ. പ്ലോട്ടർ A specialized printer used to produce high quality large format images such as blueprints, architectural drawings or engineering designs. പ്ലോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ ക്വാളിറ്റിയിലുള്ള അല്ലെങ്കിൽ വലിയ ലാർജായിട്ടുള്ള പ്രിൻ്റുകളും ഫ്ലെക്സുകളും വലിയ പോസ്റ്റേഴ്സും ഒക്കെ പ്രിൻ്റ് അടിച്ച് എടുക്കുവാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് പ്ലോട്ടർ എന്ന് പറയുന്നത്. എസ്പെഷ്യലി വലിയ മെഷീനറീസിൻ്റെയൊക്കെ ബ്ലൂ പ്രിൻ്റുകൾ അല്ലെങ്കിൽ വലിയ കെട്ടിടങ്ങളുടെയൊക്കെ പ്ലാനുകൾ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഡിസൈനും കാര്യങ്ങളൊക്കെ വലിയ ഷീറ്റ് ഓഫ് പേപ്പറിൽ അല്ലെങ്കിൽ ഫ്ലെക്സുകളിൽ അല്ലെങ്കിൽ ക്ലോത്തിൽ ഒക്കെ നമുക്ക് പ്രിൻ്റ് അടിച്ച് എടുക്കേണ്ടതായിട്ട് വരും. അത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് എന്തെന്ന് പറയുന്നത് പ്ലോട്ടർ എന്ന് പറയുന്നത് കേട്ടോ. കൂടുതലും എഞ്ചിനീയറിംഗ് പർപ്പസസിനും ആർക്കിടെക്ചറൽ ഡ്രോയിങ്സിനും ബ്ലൂ പ്രിൻറ്റുകളൊക്കെ എടുക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്ലോട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ വില എന്ന് പറയുമ്പോൾ lakhs to crores ആണ് കേട്ടോ. ലക്ഷങ്ങൾ മുതൽ അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് കോടികൾ വരെ വിലയുള്ള ഒരു വലിയ മെഷീൻ ആണെന്ന് പറയുന്നത് പ്ലോട്ടർ എന്ന് പറയുന്നത്. വലിയ മാപ്പുകളൊക്കെ പ്രിൻ്റ് എടുക്കുവാനായിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്, പ്ലോട്ടർ ആണ് എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. പ്ലോട്ടർ എന്ന് പറയുന്നത് ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ഈ വലിയ പ്രിൻ്റൊക്കെ ചെയ്ത് കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ടല്ലോ, ഈ വിനൈൽസ് പ്രിൻ്റ് ചെയ്യാനായിട്ടും പോസ്റ്റേഴ്സ്, വലിയ ഫ്ലെക്സുകൾ, അപ്പോൾ ഇതൊക്കെ പ്രിൻ്റ് എടുക്കുന്നത് പ്ലോട്ടേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. സാധാരണ പ്രിൻ്റർ വഴി നമുക്ക് വലിയ പ്രിൻ്റുകളൊന്നും എന്ത് ചെയ്യാൻ കഴിയില്ല, എടുക്കാനായിട്ട് സാധിക്കത്തില്ല കേട്ടോ. അപ്പോൾ അത്തരം ആവശ്യങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, പ്ലോട്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ പ്ലോട്ടറുകളിൽ നമ്മൾ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്സ് ഒക്കെ വരയ്ക്കുമ്പോഴത്തേക്ക് ചില മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കാണിക്കാനായിട്ട് പല കളറിലുള്ള പെൻസ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, മാർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അത്തരത്തിലുള്ള പേന കൊണ്ട് ജസ്റ്റ് ഡ്രോ ചെയ്യാനുള്ള ഫങ്ഷൻസ് ഒക്കെ അല്ലെങ്കിൽ അതിനായിട്ടുള്ള ഫീച്ചേഴ്സ് കൂടി പ്ലോട്ടറുകളിൽ അവൈലബിൾ ആണ്. അതും കൂടി എന്ത് ചെയ്യുക, മനസ്സിലാക്കുക കേട്ടോ. ഇതാണ് പ്ലോട്ടർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് അടുത്തത് നമ്മൾ പഠിക്കേണ്ടത് VR ഹെഡ്സെറ്റ്. VR-ൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്, വിർച്വൽ റിയാലിറ്റി. A device that allows users to experience virtual reality. It includes screens and sensors that track the user's head movements and providing fully immersive experience. ഇവിടെ ഈ പടത്തിൽ കാണുന്നുണ്ടല്ലോ. വിർച്വൽ റിയാലിറ്റി അറിയുവാനായിട്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കണ്ണിലും ചെവിയിലും സ്പീക്കറിലും കണ്ണിൽ നമുക്കൊരു ചെറിയ സ്ക്രീനും കാണാൻ പറ്റും. അത് നമ്മളിങ്ങനെ അണിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നമ്മുടെ ഹെഡ് മൂവ്മെൻറ്റിൻ്റെയും അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് ഫീൽ ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇതിനകത്ത് സ്ക്രീൻസും സെൻസേഴ്സും ഒക്കെ അവൈലബിൾ ആണ്. യൂസേഴ്സിൻ്റെ ഹെഡിൻ്റെ മൂവ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ
VR ഹെഡ്സെറ്റ് അല്ലെങ്കിൽ വിർച്വൽ റിയാലിറ്റി ഹെഡ്സെറ്റ് നമുക്ക് തരുന്നുണ്ട്. പ്രധാനമായിട്ടും നമ്മളിപ്പോൾ ഒരു ഗെയിം നമ്മൾ ഈ ഒരു ഡിവൈസ് എടുത്ത് നമ്മുടെ തലയിൽ ചെവിയിൽ അതിൻ്റെ സ്പീക്കറും അതിൻ്റെ സ്ക്രീൻ നമ്മുടെ കണ്ണിൻ്റെ ഭാഗത്തും അണിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗെയിം നമ്മൾ കളിക്കുമ്പോൾ ആ ഗെയിമിൻ്റെ എൻവയോൺമെൻറ്റിനകത്ത് നമ്മൾ ഡയറക്റ്റ് ഇറങ്ങി ചെന്ന് ആ ഗെയിം പ്ലേ ചെയ്യുന്ന ഒരു എഫക്റ്റ് എന്ത് ചെയ്യും ഈ ഒരു ഡിവൈസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും കേട്ടോ. നമുക്ക് ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പം നമുക്ക് അത്യാവശ്യം ഇച്ചിരി എക്സ്പെൻസ് ഒക്കെ ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ നമുക്കിത് വീട്ടിൽ വാങ്ങി ഗെയിംസോ അല്ലെങ്കിൽ മറ്റ് സംഭവങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ സിനിമയൊക്കെ നമുക്ക് അതിൽ കാണാം. ആ സിനിമയുടെ കഥാപാത്രങ്ങളോടൊപ്പം തന്നെ നമ്മളും കൂടി ഇറങ്ങി നിന്ന് ആ വിഷ്വൽസ് കാണുന്ന ഒരു ഫീൽ ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് വിർച്വൽ റിയാലിറ്റി അല്ലെങ്കിൽ VR ഹെഡ്സെറ്റ് എന്ന് എന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്നത്. ഇതെല്ലാം ഔട്ട്പുട്ട് ഡിവൈസസിന് ഉദാഹരണങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ്, ബ്രെയിലി റീഡർ, എ സ്പെഷ്യലൈസ്ഡ് ഡിവൈസ് ദാറ്റ് അലൗസ് വിഷ്വലി ഇമ്പയർഡ് ഇൻഡിവിജ്വൽസ് ടു റീഡ് ഡിജിറ്റൽ ടെക്സ്റ്റ് ബൈ കൺവേർട്ടിംഗ് ഇറ്റ് ഇൻറ്റു ബ്രെയിലി ക്യാരക്ടേഴ്സ്. ബ്രെയിലി ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്രെയിലി റീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഴ്ച പരിമിതിയുള്ള ആളുകൾക്ക് കമ്പ്യൂട്ടർ യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടുകൾ മനസ്സിലാക്കുവാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു റീഡറാണ് ഇതെന്ന് പറയുന്നത് ബ്രെയിലി റീഡർ എന്ന് പറയുന്നത്. ഇതാ കണ്ടോ, ഇവിടെ പടം വെച്ചിട്ടുണ്ട്, ബ്രെയിലി റീഡറിൻ്റെ പടം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാഴ്ച പരിമിതിയുള്ള ആളുകൾക്ക് കാണാൻ കഴിയില്ലല്ലോ, അപ്പോൾ അവർ പല കാര്യങ്ങളും ടച്ച് ചെയ്ത് അതിൻ്റെ ഷേപ്പും ക്യാരക്ടേഴ്സിൻ്റെ ആ ഒരു മൗൾഡിങ്ങിൻ്റെ രീതിയൊക്കെ വെച്ചിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ഒരു പർട്ടിക്കുലർ ക്യാരക്ടറാണ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സംഗതിയാണെന്ന് അവർ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഔട്ട്പുട്ട് ഡിവൈസ് ആണ് ബ്രെയിലി ഡിസ്പ്ലേ അല്ലെങ്കിൽ ബ്രെയിലി റീഡർ എന്ന് എന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്നത് കേട്ടോ. A specialized device that allows visually impaired individuals to read digital text by converting it into Braille characters. Okay. Next നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ് ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഡിവൈസസ്. Devices that provide tactile feedback to the users, often used in gaming and virtual reality systems to stimulate the sense of touch. എന്താണ് ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഡിവൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര സംഭവമാണ് കേട്ടോ. നമ്മളിപ്പോൾ സ്ക്രീനിൽ ഒരു ഐസ് മല കാണുകയാണ്. ഐസ് മല കാണുന്ന സമയത്ത് ഈ ഒരു ഡിവൈസ് നമ്മുടെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലും ആ ഒരു സെയിം തണുപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, അനുഭവപ്പെടും. അതുപോലെ തന്നെ ഒരു വളരെയധികം ചൂട് കൂടിയ ഒരു എൻവയോൺമെൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ ആ ചൂട് കൂടിയ ഒരു അനുഭവം നമ്മുടെ കയ്യിലും എന്ത് ചെയ്യും, ഈ ഡിവൈസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അനുഭവപ്പെടാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഒരു ബോൾ സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലും ആ ഒരു സെയിം ബോള് കയ്യിൽ ഇരിക്കുന്നതായിട്ടുള്ള ഒരു ഫീല് അനുഭവപ്പെടും. അത്തരം ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്തരം ടൈപ്പ് ഓഫ് ഫീലിങ്സിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ് ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഡിവൈസ് എന്ന് പറയുന്നത് കേട്ടോ. ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഡിവൈസ് അത് നമ്മൾ കയ്യിൽ അണിയണം. അണിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐസ്ക്രീം അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ ചോക്ലേറ്റിൻ്റെ മണവും അല്ലെങ്കിൽ ആ ചോക്ലേറ്റിൻ്റെ ഒരു ടേസ്റ്റും ഫീലും ഒക്കെ എന്ത് ചെയ്യും, നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അത്തരത്തിലുള്ള ഒരു ഡിവൈസാണ് ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഡിവൈസസ്. നമ്മൾ കാണുന്നത് എന്താണോ അത് നമുക്ക് അനുഭവപ്പെടും. അതാണ് ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഡിവൈസ് എന്ന് പറയുന്നത്. വളരെ മികച്ച ഒരു അനുഭവം തരുന്ന ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ് എന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ പരീക്ഷയ്ക്ക് ഇത്തരം ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തകർത്തോണം കേട്ടോ. ആരും മാർക്ക് വിട്ട് കളിക്കരുത്. നന്നായിട്ട് തന്നെ എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ. ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ് ഇൻട്രാക്ഷൻ വിത്ത് ദ കമ്പ്യൂട്ടർ, അതും കൂടി നമുക്ക് നോക്കാം. Input devices send data into the computer which is then processed by central processing unit and stored in memory. ഇൻപുട്ട് ഡിവൈസ് എന്താ ചെയ്യുന്നത്? ഇൻപുട്ട് ഡിവൈസ് ഉപയോഗിച്ച് ഡാറ്റയെ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. അവയെ എന്ത് ചെയ്യുന്നു, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് പ്രോസസ്സ് ചെയ്തിട്ട് മോണിറ്ററിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. Then output devices എന്താ ചെയ്യുന്നത്? Output devices receive processed data from the computer and display or produce results in form that is understandable by the user. ഔട്ട്പുട്ട് ഡിവൈസ് എന്ത് ചെയ്യുന്നു, ഇൻപുട്ട് ഡിവൈസ് ഉപയോഗിച്ച് ഇൻസേർട്ട് ചെയ്ത് CPU പ്രോസസ്സ് ചെയ്ത ഡാറ്റയെ എടുക്കുകയും അതിനെ മനസ്സിലാകുന്ന രീതിയിൽ യൂസറിലേക്ക് പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ യൂസറിനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഇതാണ് ഔട്ട്പുട്ട് ഡിവൈസിൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് കേട്ടോ. Then ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേസ് serves as both an input device and an output device. ഇപ്പോൾ ടച്ച് സ്ക്രീൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻപുട്ട് ഡിവൈസ് ആയിട്ടും ആക്ട് ചെയ്യും, ഔട്ട്പുട്ട് ഡിവൈസ് ആയിട്ടും ആക്ട് ചെയ്യും. നമ്മുടെ മൊബൈൽ അല്ലെങ്കിൽ നമ്മുടെ ടാബ്ലറ്റ് അല്ലെങ്കിൽ സ്മാർട്ട് ഡിസ്പ്ലേസ് ഉണ്ടല്ലോ, സ്മാർട്ട് ഡിസ്പ്ലേസ് എന്താ ചെയ്യുന്നത്, നമുക്ക് ഇൻപുട്ടും എന്ത് ചെയ്യാൻ പറ്റും, ആ ടച്ച് സ്ക്രീനിൽ ടച്ച് ചെയ്ത് തന്നെ കൊടുക്കാൻ പറ്റും. നമ്മൾ ഔട്ട്പുട്ട് കാണുന്നതും ആ സെയിം സ്ക്രീനിലല്ലേ. സോ എന്താണ് അത്, ഇൻപുട്ട് ഡിവൈസായിട്ടും ഔട്ട്പുട്ട് ഡിവൈസായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ടച്ച് സ്ക്രീന് ആക്ട് ചെയ്യുന്നുണ്ട്. Then modems and network interfaces allow data to be sent to and received from the internet or other networked computers കേട്ടോ. അപ്പോൾ മോഡംസും നെറ്റ്വർക്ക് ഇൻ്റർഫേസസും ആണ് ഇവിടെ പറയുന്നത്. allows data to be sent to and received from internet or other network computers. ഡാറ്റയെ എന്ത് ചെയ്യുകയാണ്, സെൻഡ് ചെയ്യുകയും അതുപോലെ തന്നെ റിസീവ് ചെയ്യുകയും ചെയ്യുകയാണ്. സോ ഇവിടെയും എന്താണ്, ഇൻപുട്ടായിട്ടും ഔട്ട്പുട്ടായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഈ രണ്ട് ഡിവൈസസും ആക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ദെൻ ഇനി നമുക്ക് കുറച്ച്
ക്വസ്റ്റ്യൻസ് മുൻവർഷ പരീക്ഷകളിൽ PSCയിൽ ചോദിച്ച ചോദ്യങ്ങളും ചോദിക്കുവാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ചില മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ കാണിക്കുന്ന മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൻ്റെയൊക്കെ ആൻസർ നിങ്ങൾ തന്നെ പറയും കേട്ടോ. അഥവാ നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസുമായിട്ട് എന്ത് ചെയ്യാം, മുന്നോട്ട് പോവാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻപുട്ട് ഡിവൈസസും ഔട്ട്പുട്ട് ഡിവൈസസും നന്നായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രൂപ്പ്സ് ആർ ഓൺലി ഇൻപുട്ട് ഡിവൈസസ്? ഈ താഴെ 5 ഓപ്ഷൻസ് ഉണ്ട്. ഈ 5 ഓപ്ഷൻസിൽ കുറേ ഗ്രൂപ്പുകളുണ്ട്. ഇതിൽ ഏത് ഓപ്ഷനിലാണ് കൃത്യമായിട്ടും ഇൻപുട്ട് ഡിവൈസസ് മാത്രം കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം കേട്ടോ. അപ്പം നന്നായിട്ട് ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ, മൗസ്, കീബോർഡ്, മോണിറ്റർ, ജോയ്സ്റ്റിക്ക്. ഇവിടെ മൗസും കീബോർഡും ജോയ്സ്റ്റിക്ക് ഇൻപുട്ട് ഡിവൈസ് ആണ്. പക്ഷേ മോണിറ്റർ മാത്രം എന്താണ്? മോണിറ്റർ മാത്രം ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. 2, ബി, മൗസ്, കീബോർഡ്, പ്രിന്റർ, ലൈറ്റ് പെൻ. മൗസും കീബോർഡും ലൈറ്റ് പെന്നും എന്താണ്? ഇൻപുട്ട് ഡിവൈസ് ആണ്. പക്ഷേ പ്രിന്റർ മാത്രം എന്താണ്? ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ദെൻ സി, മൗസ്, കീബോർഡ്, സ്കാനർ, ജോയ്സ്റ്റിക്ക്, ലൈറ്റ് പെന്ന്. താഴെ നോക്കുക, മൗസ്, കീബോർഡ്, ട്രാക്ക് ബോൾ, ടച്ച് സ്ക്രീന്, മൈക്രോഫോൺ. ഇതിൽ ഏത് പെയറാണ് ഇൻപുട്ട് ഡിവൈസസ് നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ ഇ ആണ്. ബോത്ത് സി ആൻഡ് ഡി, അതായത് സിയിലും ഡിയിലും പറയുന്ന എല്ലാ ഡിവൈസസും എന്താണ്? ഇൻപുട്ട് ഡിവൈസസ് ആണ്. പക്ഷേ ഇവിടെ മോണിറ്ററും പ്രിന്ററും ഔട്ട്പുട്ട് ഡിവൈസസ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അത് എഴുതുന്നില്ല. ഇയിൽ, അതായത് ബോത്ത് സി ആൻഡ് ഡി ആണ് കറക്റ്റ്. അതായത് സിയും ഡിയും എന്താണ്? കറക്റ്റ് ആണ് കേട്ടോ. മൗസ്, കീബോർഡ്, സ്കാനർ, ജോയ്സ്റ്റിക്ക്, ലൈറ്റ് പെൻ, മൗസ്, കീബോർഡ്, ട്രാക്ക് ബോൾ, ടച്ച് സ്ക്രീൻ, മൈക്രോഫോൺ. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ ലൈറ്റ് പെൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പഴയ CRT മോണിറ്റർ ഉണ്ടല്ലോ, CRT മോണിറ്ററിൽ നമ്മൾ ഡിസ്പ്ലേയിൽ കാണുന്ന ഇൻ്റർഫേസുകളിലെ ഓരോ ഒബ്ജക്റ്റുകളെയും സെലക്ട് ചെയ്യുവാനും അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിനെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുവാനും ഒക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഇൻപുട്ട് ഡിവൈസ് ആണ് ലൈറ്റ് പെൻ എന്ന് പറയുന്നത് കേട്ടോ. പുതിയ കാലത്തിലെ മോണിറ്ററുകളിലൊന്നും യൂസ് ചെയ്യുന്നില്ല. പഴയ CRT മോണിറ്ററിൽ ഒബ്ജക്റ്റുകളെയൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിരുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് ലൈറ്റ് പെൻ എന്ന് പറയുന്നത്, ലൈറ്റ് പെൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പോയിന്റിംഗ് ഡിവൈസ്? ഇവിടെ താഴെ തന്നിരിക്കുന്നവയിൽ പോയിന്റിംഗ് ഡിവൈസ് അല്ലാത്തത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം കേട്ടോ. അല്ലാത്തത് ഏതാണ്? മൗസ് ആണോ, ജോയ്സ്റ്റിക് ആണോ, ലൈറ്റ് പെൻ ആണോ, ഡിജിറ്റൈസർ ആണോ? ഒന്ന് ചിന്തിക്കൂ, നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടും. കറക്റ്റ് ആൻസർ ഡിജിറ്റൈസർ ആണ് കേട്ടോ. ഈ മൗസും ജോയ്സ്റ്റിക്കും ലൈറ്റ് പെന്നും ഒക്കെ പോയിന്റിംഗ് ഡിവൈസ് ആണ്. മൗസ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഒബ്ജക്റ്റുകളെ പോയിന്റ് ചെയ്യാം. ജോയ്സ്റ്റിക്ക് ഉപയോഗിച്ച് നമുക്ക് ഒബ്ജക്റ്റുകളെ കൺട്രോൾ ചെയ്യുവാനും പോയിന്റ് ചെയ്യുവാനും സാധിക്കും. ലൈറ്റ് പെൻ ഉപയോഗിച്ച് നമുക്ക് CRT മോണിറ്ററിൽ കാണുന്ന ഒബ്ജക്റ്റുകളെയും ഐക്കൺസിനെയൊക്കെ എന്ത് ചെയ്യാം? സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ പോയിന്റ് ചെയ്യാം. സോ അവരെല്ലാം എന്താണ്? ഇൻപുട്ട് ഡിവൈസുകൾക്ക് ഉദാഹരണങ്ങളാണ്. എന്നാൽ ഡിജിറ്റൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിജിറ്റൈസർ ഈസ് ആൻ ഇൻപുട്ട് ഡിവൈസ് ദാറ്റ് കൺവേർട്സ് അനലോഗ് ഇൻഫർമേഷൻ ഇൻ ടു ഡിജിറ്റൽ ഫോം. നമ്മൾ എഴുതുന്ന അല്ലെങ്കിൽ വരയ്ക്കുന്ന ഡാറ്റാസിനെ ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ആണെന്ന് പറയുന്നത് ഡിജിറ്റൈസർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവയെല്ലാം പോയിന്റിംഗ് ഡിവൈസുകളായിട്ടുള്ള ഇൻപുട്ട് ഡിവൈസ് ആണ്. ഡിജിറ്റൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ എഴുതുന്ന ഇൻഫർമേഷൻ, അനലോഗ് ഇൻഫർമേഷനെ ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് കമ്പ്യൂട്ടറിനുള്ളിലേക്ക് കൊടുക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ഡിജിറ്റൈസർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് വായിച്ചിട്ടേ ആൻസർ എഴുതാവൂ. പോയിന്റിംഗ് ഡിവൈസ് അല്ലാത്തത് എന്താണ്? ഡിജിറ്റൈസർ ആണ് കേട്ടോ. ബാക്കിയെല്ലാം പോയിന്റിംഗ് ഡിവൈസ് ആണ്. മൗസ് ആയാലും ജോയ്സ്റ്റിക് ആയാലും ലൈറ്റ് പെൻ ആയാലും എന്താണ്? പോയിന്റിംഗ് ഡിവൈസസ് ആണ് എന്ന് മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഇൻപുട്ട് ഡിവൈസ് ഈസ് ഓർ ആർ യൂസ്ഡ് ടു മൂവ് ദ കർസർ പൊസിഷൻ ഓൺ എ മോണിറ്റർ സ്ക്രീൻ? മോണിറ്റർ സ്ക്രീനിൽ നമുക്ക് കർസറിൻ്റെ പൊസിഷൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം? നമുക്ക് കർസറിൻ്റെ പൊസിഷൻ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിക്കാനായിട്ട് സാധിക്കണം. അതിനായിട്ട് യൂസ് ചെയ്യുന്ന ഇൻപുട്ട് ഡിവൈസ് ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ മൗസ്, ഓപ്ഷൻ ബി ജോയ്സ്റ്റിക്, ഓപ്ഷൻ സി ലൈറ്റ് പെൻ, ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഇവിടെ വായിക്കുക, നന്നായിട്ട് വായിക്കുക. കർസറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? മൂവ് ചെയ്യാനായിട്ട് സാധിക്കണം. ഇതൊരു കൺഫ്യൂഷൻ വരുന്നൊരു ചോദ്യം കൂടിയാണ് കേട്ടോ, മറ്റു രീതിയിലൊക്കെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി. മൗസും ജോയ്സ്റ്റിക്കും ഉപയോഗിച്ച് സ്ക്രീനിൽ കാണുന്ന കർസറിനെയും അല്ലെങ്കിൽ മൗസ് പോയിന്ററിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൂവ് ചെയ്യിക്കാനായിട്ട് സാധിക്കും. എന്നാൽ ലൈറ്റ് പെൻ ഉപയോഗിച്ച് നമുക്ക് ഒരു കാരണവശാലും കർസറിനെ മൂവ് ചെയ്യിക്കാനായിട്ട് പറ്റത്തില്ല. ലൈറ്റ് പെൻ ഉപയോഗിച്ച് ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ നമുക്ക് പോയിന്റ് ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യവും മനസ്സിലാക്കുക. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം.
ദ നമ്പർ ഓഫ് ഫംഗ്ഷൻ കീസ് ഇൻ എ കീബോർഡ് ഈസ്. ഒരു കീബോർഡിനകത്ത് എത്ര ഫംഗ്ഷൻ കീസ് ആണ് ഉള്ളത് എന്നുള്ളതാണ് ചോദ്യം. എത്ര ഫംഗ്ഷൻ കീസാണ് ഉള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചതല്ലേ. ഇതിൻ്റെ ആൻസർ നിങ്ങൾ തന്നെ പറയും. ഓപ്ഷൻ എ 14, ഓപ്ഷൻ ബി 12, ഓപ്ഷൻ സി 13, ഓപ്ഷൻ ഡി 15. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? നിങ്ങൾ തന്നെ പറയൂ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 12. 12 ഫംഗ്ഷൻ കീസ് ആണ് നമ്മുടെ കീബോർഡിൽ ഉള്ളത്. ഏതൊക്കെയാ? F1 മുതൽ F12 വരെയുള്ള 12 ഫംഗ്ഷൻ കീസ് ആണ് നമ്മുടെ കീബോർഡിലുള്ളത്. സ്റ്റാൻഡേർഡ് കീബോർഡിൽ എത്ര ക്യാരക്ടേഴ്സ് ആണുള്ളത്, എത്ര കീസ് ആണുള്ളത്? 104 കീസ് ആണ് ഒരു സ്റ്റാൻഡേർഡ് കീബോർഡിന്റെ അകത്ത് വരുന്ന കീസ് എന്ന് പറയുന്നത് കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒപ്റ്റിക്കൽ മൗസ് വാസ് ബിൽറ്റ് ബൈ. ഒപ്റ്റിക്കൽ മൗസ് ആരാണ് ബിൽറ്റ് ചെയ്തത്, മാനുഫാക്ചർ ചെയ്തത് ആദ്യമായിട്ട്? ഓപ്ഷൻ എ IBM 1920, ഓപ്ഷൻ ബി ഇന്റൽ 1930, ഓപ്ഷൻ സി മൈക്രോസോഫ്റ്റ് 1999, ഓപ്ഷൻ ഡി ഡെൽ 2000. ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഒന്ന് ആലോചിച്ച് പറഞ്ഞേ. ഇതിപ്പോൾ തന്നെ പഠിക്കുക കേട്ടോ. ഒപ്റ്റിക്കൽ മൗസ് എന്ന് മുതലാണ് വന്നത്. നമ്മൾ മെക്കാനിക്കൽ മൗസ് പഠിച്ചു, ഒപ്റ്റിക്കൽ മൗസ് പഠിച്ചു, വയർലെസ് മൗസ് പഠിച്ചു അല്ലേ, പലതരത്തിലുള്ള മൗസസ് പഠിച്ചു. അപ്പോൾ ഈ ഒപ്റ്റിക്കൽ മൗസ് എന്ന് പറയുമ്പോഴത്തേക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു ടെക്നോളജി ആയിരിക്കും. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ്. 1999 മൈക്രോസോഫ്റ്റ് കോർപ്പറേഷനാണ് ആദ്യമായിട്ട് ഒപ്റ്റിക്കൽ മൗസ് എന്ത് ചെയ്തത്, ബിൽറ്റ് ചെയ്തത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വയർലെസ് മൗസ് കമ്മ്യൂണിക്കേറ്റ്സ് ത്രൂ. വയർലെസ് മൗസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, എന്ത് തരം സിഗ്നൽസ് ഉപയോഗിച്ചിട്ടാണ്? നമ്മൾ അവിടെ പഠിച്ചിരുന്നു അല്ലേ, നേരത്തെ പഠിച്ചു അത്. ഓപ്ഷൻ എ റേഡിയോ വേവ്സ്, ഓപ്ഷൻ ബി ഇൻഫ്രാറെഡ് വേവ്സ്, ഓപ്ഷൻ സി മൈക്രോവേവ്സ്, ഓപ്ഷൻ ഡി ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നൽ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ റേഡിയോ വേവ്സ്. റേഡിയോ വേവ്സിന്റെ സഹായത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത്, വയർലെസ് മൗസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു മൗസിൽ ഒരു ട്രാൻസ്മിറ്ററും ഉണ്ട്, ഒരു റിസീവർ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കമ്പ്യൂട്ടറിന്റെ USB പോർട്ടിൽ കണക്ട് ചെയ്ത് വെക്കും അല്ലേ. അപ്പോൾ മൗസ് എന്ത് ചെയ്യും, നമ്മൾ ഒരു യൂസർ നടത്തുന്ന ആക്ഷൻസ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, റെക്കോർഡ് ചെയ്തിട്ട് ട്രാൻസ്മിറ്റർ വഴി നേരെ എന്ത് ചെയ്യുന്നു, റിസീവറിലേക്ക് അയക്കുന്നു. റിസീവർ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ ചെയ്ത ആക്ഷൻസ് എല്ലാം നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന മൗസിൽ നിന്നും എന്ത് തരം സിഗ്നൽ വഴിയായിട്ടാണ് റിസീവറിലേക്ക് ചെല്ലുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റേഡിയോ വേവ്സ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നോട്ട് ഇൻപുട്ട് ഡിവൈസ്. ഇവിടെ താഴെ തന്നിരിക്കുന്നവയിൽ ഇൻപുട്ട് ഡിവൈസ് അല്ലാത്തത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ വെബ്കാം ആൻഡ് മൈക്രോഫോൺ, ഓപ്ഷൻ ബി ബാർകോഡ് റീഡർ ആൻഡ് സ്മാർട്ട് കാർഡ് റീഡർ, ഓപ്ഷൻ സി ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ ആൻഡ് ഒപ്റ്റിക്കൽ മാർക്ക് റെക്കഗ്നിഷൻ, ഓപ്ഷൻ ഡി മോണിറ്റർ ആൻഡ് പ്രിന്റർ. ഇതിൽ ഇൻപുട്ട് ഡിവൈസ് അല്ലാത്തത് ഏതൊക്കെയാണ്? ശ്രദ്ധിച്ച് ആൻസർ എഴുതേണ്ട കാര്യങ്ങളാണ് കേട്ടോ. സിമ്പിളാണ്, പക്ഷേ ചിലപ്പോൾ തെറ്റിപ്പോവും. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി മോണിറ്ററും പ്രിന്ററുമാണ് കേട്ടോ. മോണിറ്ററും പ്രിന്ററുമാണ് ഇൻപുട്ട് ഡിവൈസ് അല്ലാത്തത്. ഇവ രണ്ടും ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ഇവിടെ ബാർകോഡ് റീഡർ ആയാലും വെബ് ക്യാമറ, മൈക്രോഫോൺ, സ്മാർട്ട് കാർഡ് റീഡർ, OCR-ഉം OMR ഒക്കെ എന്താണ്, ഇൻപുട്ട് ഡിവൈസസ് ആണ്. പിന്നെ സ്മാർട്ട് കാർഡ് റീഡർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചിപ്പുള്ള സ്മാർട്ട് കാർഡുകളുണ്ടല്ലോ, നിങ്ങളുടെ ATM കാർഡ് ആവാം, ഇൻഷുറൻസ് കാർഡ് ആവാം, ഹെൽത്ത് കാർഡ് ആവാം, അല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങൾക്കുള്ള കാർഡുകളാവാം. ഈ കാർഡുകളിലെല്ലാം ഒരു ചിപ്പ് ഉണ്ടാവും. ആ ചിപ്പിനെ റീഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന റീഡേഴ്സിനെയാണ് സ്മാർട്ട് കാർഡ് റീഡർ എന്ന് എന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്നത് കേട്ടോ. സ്മാർട്ട് കാർഡ് റീഡർ. അപ്പോൾ ചിപ്പുള്ള നമ്മുടെ സ്മാർട്ട് കാർഡുകൾ, ATM കാർഡ് പോലുള്ള കാർഡുകളെയൊക്കെ റീഡ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റീഡറാണ് സ്മാർട്ട് കാർഡ് റീഡർ. അതൊരു ഇൻപുട്ട് ഡിവൈസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. OCR സ്റ്റാൻഡ്സ് ഫോർ. OCR-ന്റെ ഫുൾ ഫോം എന്താണ്? OCR-ന്റെ ഫുൾ ഫോം. ഓപ്ഷൻ എ ഔട്ട്സൈസ്ഡ് ക്യാരക്ടർ റീഡർ, ഓപ്ഷൻ ബി ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ, ഓപ്ഷൻ സി ഓപ്പറേഷൻ ക്യാരക്ടർ റീഡർ, ഓപ്ഷൻ ഡി ഓൺലി ക്യാരക്ടർ റീഡർ. എന്തായിരിക്കും കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ നിങ്ങൾക്കറിയാം, ഓപ്ഷൻ ബി ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ അല്ലെങ്കിൽ റെക്കഗ്നിഷൻ എന്നും പറയാം കേട്ടോ. ഓപ്ഷനിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതെന്ത് ചെയ്യുക. ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ എന്ന് മാത്രമാണ് ഓപ്ഷനിലുള്ളെങ്കിൽ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ എന്ന് എന്ത് ചെയ്യുക, എഴുതുക. ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ എന്ന് മാത്രമാണ് ഉള്ളതെങ്കിൽ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ എന്ന് എന്ത് ചെയ്യുക, പരീക്ഷയ്ക്ക് ആൻസർ ചെയ്യുക. സോ OCR-ന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ കേട്ടോ. ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി എന്ന് പറയുന്നത്. പക്ഷേ ചില പ്രസിദ്ധീകരണങ്ങളിൽ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ എന്നും കാണുന്നുണ്ട്. ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഓക്കെ. വിച്ച് കൈൻഡ് ഓഫ് ഡിവൈസ് ഈസ് എ ഡിജിറ്റൽ ക്യാമറ. ഡിജിറ്റൽ ക്യാമറ എന്ത് തരത്തിലുള്ള ഡിവൈസ് ആണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ഔട്ട്പുട്ട് ഡിവൈസ്, ഓപ്ഷൻ ബി ഇൻപുട്ട് ഡിവൈസ്, ഓപ്ഷൻ സി ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്, ഓപ്ഷൻ ഡി സോഫ്റ്റ്വെയർ. എന്താണ് ഡിജിറ്റൽ ക്യാമറ? ഡിജിറ്റൽ ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് കേട്ടോ.
ഡിജിറ്റൽ ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് എന്ന് മനസ്സിലാക്കുക. ഡിജിറ്റൽ ക്യാമറസിൽ ഫോട്ടോ എടുത്തിട്ട് അതിന് നമ്മൾ എന്ത് ചെയ്യും, കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഇൻപുട്ട് കൊടുക്കുകയാണല്ലേ, ഇൻപുട്ട് എന്ത് ചെയ്യുകയാണ്, നമ്മൾ കൊടുക്കുകയാണ്. സോ അതെന്താണ്, ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് യൂണിറ്റ്സ് ആർ യൂസ്ഡ് ടു കൗണ്ട് ദ സ്പീഡ് ഓഫ് പ്രിന്റർ? പ്രിൻ്ററിൻ്റെ സ്പീഡ് കൗണ്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന യൂണിറ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ CPM, ഓപ്ഷൻ ബി PPM, ഓപ്ഷൻ സി LPM, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ ഒന്ന് പറഞ്ഞേ. പ്രിൻ്ററിൻ്റെ സ്പീഡ് അളക്കുവാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന യൂണിറ്റ് ആണ്. ഇത്ര യൂണിറ്റ് സ്പീഡ് ഉണ്ടെങ്കിൽ പ്രിൻ്ററിൻ്റെ സ്പീഡ് കൂടുതലാണ് കുറവാണ് എന്നൊക്കെ നമ്മൾ പറയും. കറക്റ്റ് ആൻസർ വന്നിട്ട് ഓൾ ഓഫ് ദ എബോവ് ആണ്. അതായത് CPM ആയാലും PPM ആയാലും LPM ആയാലും ഇവ മൂന്നും പ്രിൻ്ററിൻ്റെ സ്പീഡ്, പ്രിൻ്റ് എടുക്കുന്ന അല്ലെങ്കിൽ പ്രിൻ്റ് വരുന്ന ആ സ്പീഡിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുന്ന വിവിധ യൂണിറ്റുകളാണ് കേട്ടോ. ഇവ ഓരോന്നിൻ്റെ ഫുൾ ഫോം നമുക്ക് നോക്കാം. CPMൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ക്യാരക്ടേഴ്സ് പെർ മിനിറ്റ്. ഒരു മിനിറ്റിൽ എത്ര ക്യാരക്ടേഴ്സ് പ്രിൻ്റ് ചെയ്യാൻ സാധിക്കുന്നു, ക്യാരക്ടേഴ്സ് പെർ മിനിറ്റ്. ദെൻ PPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേജസ് പെർ മിനിറ്റ്. എന്താണ് പേജസ് പെർ മിനിറ്റ്? പേജസ് പെർ മിനിറ്റ്. ഒരു മിനിറ്റിൽ എത്ര പേജസ് പ്രിൻ്റായി വരുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്രിൻ്റിൻ്റെ സ്പീഡ് പറയാം. LPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈൻസ് പെർ മിനിറ്റ്. ഒരു പേജിൽ, ഒരു പേപ്പറിൽ ഒരു മിനിറ്റിൽ എത്ര ലൈൻസ് നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ലൈൻസ് പെർ മിനിറ്റ്. അപ്പോൾ ഇവയെല്ലാം പ്രിൻ്ററിൻ്റെ സ്പീഡ് അളക്കുവാനായിട്ട് യൂസ് ചെയ്യുന്ന യൂണിറ്റുകളാണ് എന്ന് മനസ്സിലാക്കുക. CPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടേഴ്സ് പെർ മിനിറ്റ്, PPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേജസ് പെർ മിനിറ്റ്, LPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈൻസ് പെർ മിനിറ്റ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കൈൻഡ് ഓഫ് പോർട്ട്? ഈ താഴെ പറഞ്ഞിരിക്കുന്നവയിൽ പോർട്ടുകളുടെ ടൈപ്പ്, കമ്പ്യൂട്ടറിൻ്റെ പോർട്ടുകളുണ്ടല്ലോ, കണക്ടറുകൾ, വിവിധ പെരിഫറൽ ഡിവൈസസിനെ നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധിപ്പിക്കുവാനായിട്ട്, കണക്ട് ചെയ്യുവാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വിവിധ ടൈപ്പ് ഓഫ് പോർട്ടുകളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ താഴെ പറഞ്ഞിരിക്കുന്നവയിൽ ഏതെല്ലാമാണ് പോർട്ടുകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ സീരിയൽ, ഓപ്ഷൻ ബി പാരലൽ, ഓപ്ഷൻ സി AGP, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ് ആണ് കേട്ടോ. ഓൾ ഓഫ് ദീസ്, അതായത് സീരിയൽ പോർട്ട്, പാരലൽ പോർട്ട്, AGP ഇവയെല്ലാം കമ്പ്യൂട്ടർ പോർട്ടുകളാണ്. അതിൽ AGPയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് ഗ്രാഫിക് പോർട്ട്. അഡ്വാൻസ്ഡ് ഗ്രാഫിക് പോർട്ട്, ഗ്രാഫിക്സ് പോർട്ട് എന്നോ പറഞ്ഞോളൂ. അഡ്വാൻസ്ഡ് ഗ്രാഫിക് പോർട്ട് ആണ് AGPയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് കേട്ടോ. അഡ്വാൻസ്ഡ് ഗ്രാഫിക് പോർട്ട്. അപ്പോൾ ഈ താഴെ തന്നിരിക്കുന്ന എല്ലാം വിവിധ തരത്തിലുള്ള പോർട്ടുകളാണ്. പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവിധ പെരിഫറൽ ഡിവൈസസിനെ നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള കണക്ടറുകളെയാണ് പോർട്ടുകൾ എന്ന് പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ കണക്ഷൻ പോയിന്റിനെയാണ് പോർട്ടുകൾ എന്ന് പറയുന്നത്. നമ്മുടെ നോർമലി ഒരു സാധാരണ PCയെ, ഒരു കമ്പ്യൂട്ടറിനെ 16ഓളം പെരിഫറൽ ഡിവൈസസുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യുവാനായിട്ട് സാധിക്കും കേട്ടോ. 16ഓളം പെരിഫറൽ ഡിവൈസസുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യുവാനായിട്ട് സാധിക്കും. അതായത് കീബോർഡ്, പ്രിൻ്റർ, സ്പീക്കർ, മൗസ്, ജോയ്സ്റ്റിക്ക്, ഇതെല്ലാം വിവിധ പെരിഫറൽ ഡിവൈസസ് ആണ്. ഇവയെല്ലാം നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുന്നത് വിവിധ പോർട്ടുകൾ വഴിയാണ് എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക കേട്ടോ. ഒരുപാട് തരത്തിലുള്ള പോർട്ടുകളുണ്ട്. സീരിയൽ പോർട്ട്, പാരലൽ പോർട്ട്, AGP, അതുപോലെ തന്നെ USB പോർട്ട് ഉണ്ട്. പിന്നെ HDMI പോർട്ട് ഉണ്ട്, അതുപോലെ തന്നെ എതർനെറ്റ് പോർട്ട് ഉണ്ട്, എതർനെറ്റ് പോർട്ട്, പിന്നെ PS2 പോർട്ട്, പിന്നെ ഓഡിയോ പോർട്ട്. ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള പോർട്ടുകൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ അവൈലബിൾ ആണ് എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് എ മോണിറ്റർ ആസ് ആൻ ഔട്ട്പുട്ട് ഡിവൈസ്? ഒരു മോണിറ്ററിൻ്റെ പ്രൈമറി ഫംഗ്ഷൻ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാവർക്കും അറിയാമല്ലോ. ഓപ്ഷൻ എ ടു ഇൻപുട്ട് യൂസർ കമാൻഡ്സ്, ഓപ്ഷൻ ബി ടു പ്രോസസ് ഡാറ്റ, ഓപ്ഷൻ സി ടു ഡിസ്പ്ലേ ഡാറ്റ, ഓപ്ഷൻ ഡി ടു സ്റ്റോർ ഡാറ്റ. എന്തായിരിക്കും ആൻസർ? ഓപ്ഷൻ സി ടു ഡിസ്പ്ലേ ഡാറ്റ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ തിരഞ്ഞെടുത്ത് എഴുതുക എന്നുള്ളതാണ് കേട്ടോ. കുറച്ച് പ്രസ്താവന തന്നിട്ടുണ്ട്. അത് വായിക്കുമ്പോൾ തന്നെ ശരിയായിട്ട് തോന്നുന്ന പ്രസ്താവന ഏതാണോ ആ ഓപ്ഷൻസ് കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കാണ് നമ്മുടെ കുറച്ച് സമയം പോകുന്നത് അല്ലേ. ഓരോന്നും വായിച്ച് മനസ്സിലാക്കണം ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ള ഒരു കൺഫ്യൂഷൻ നമുക്കുണ്ടാവും. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെ പ്രതീക്ഷിച്ച് പോവുക കേട്ടോ പരീക്ഷയ്ക്ക്. ഒരു 40% ഇത്തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും പരീക്ഷയ്ക്ക് വരുന്നത്. ഒന്നാമത്തെ പ്രസ്താവന, എ സ്കാനർ ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് ഫിസിക്കൽ ഡോക്യുമെന്റ്സ് ഇൻ ടു ഡിജിറ്റൽ ഫോർമാറ്റ് ദാറ്റ് ക്യാൻ ബി പ്രോസസ്ഡ് ബൈ എ കമ്പ്യൂട്ടർ. അപ്പോൾ സ്കാനർ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. രണ്ടാമത്തെ പ്രസ്താവന, എ ഹാർഡ് ഡ്രൈവ് ഈസ് യൂസ്ഡ് ഫോർ ഔട്ട്പുട്ടിംഗ് ഡാറ്റ ഫ്രം
കമ്പ്യൂട്ടർ ടു എക്സ്റ്റേണൽ ഡിവൈസസ്. 3. എ ടച്ച് സ്ക്രീൻ സെർവ്സ് ബോത്ത് ആസ് ആൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസ് ബൈ അലോയിങ് യൂസേഴ്സ് ടു ഇന്ററാക്ട് വിത്ത് ദ സിസ്റ്റം ആൻഡ് ഡിസ്പ്ലേ ഇൻഫർമേഷൻ. 4. ഓൾ ഓഫ് ദീസ്, ഈ മുകളിൽ പറഞ്ഞിരിക്കുന്നവയെല്ലാം ശരിയാണ് എന്ന് പറയുന്നുണ്ട്. എന്തായിരിക്കും കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ 1ഉം 2ഉം ശരിയാണ്. ഓപ്ഷൻ ബി 2ഉം 4ഉം ശരിയാണ്. ഓപ്ഷൻ സി 4 മാത്രം ശരിയാണ്. ഓപ്ഷൻ ഡി 1ഉം 3ഉം ശരിയാണ്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? നമുക്ക് നോക്കാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി 1ഉം 3ഉം. ഒന്നാമത്തെ പ്രസ്താവനയും മൂന്നാമത്തെ പ്രസ്താവനയും ശരിയാണ്. എ സ്കാനർ ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് ഫിസിക്കൽ ഡോക്യുമെന്റ്സ് ഇൻ ടു ഡിജിറ്റൽ ഫോർമാറ്റ് ദാറ്റ് ക്യാൻ ബി പ്രോസസ്ഡ് ബൈ എ കമ്പ്യൂട്ടർ. ഒരു സ്കാനർ ഉപയോഗിച്ച് ഫിസിക്കൽ ഡോക്യുമെന്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിജിറ്റൽ ഡോക്യുമെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും അല്ലേ? അത് ശരിയാണ്, നമ്മൾ പഠിച്ചിരുന്നു. 3. എ ടച്ച് സ്ക്രീൻ സർവ്സ് ബോത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസ് ബൈ അലോയിങ് യൂസേഴ്സ് ടു ഇന്ററാക്ട് വിത്ത് ദ സിസ്റ്റം ആൻഡ് ഡിസ്പ്ലേ ഇൻഫർമേഷൻ. ഒരു ടച്ച് സ്ക്രീന് ഇൻപുട്ട് ഡിവൈസ് ആയിട്ടും ഔട്ട്പുട്ട് ഡിവൈസ് ആയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? ആക്ട് ചെയ്യുന്നുണ്ട്. അതും നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു? പഠിച്ചു. സോ 1ഉം 3ഉമാണ് കറക്റ്റ്. അപ്പോൾ ഈ ഓരോ ഡിവൈസും വ്യക്തമായിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രയാസമില്ല, സുഖമായിട്ട് എന്ത് ചെയ്യാം? ആൻസർ എഴുതാം കേട്ടോ. പിന്നെ ഹാർഡ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു സ്റ്റോറേജ് ഡിവൈസ് ആണ് കേട്ടോ. ഒരു സ്റ്റോറേജ് ഡിവൈസ് ആണ്. അത് ഡാറ്റാസിനെ സ്റ്റോർ ചെയ്ത് വെക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് ആണ് ഹാർഡ് ഡിസ്ക് എന്ന് എന്ത് ചെയ്യുന്നത്? പറയുന്നത് കേട്ടോ. അത് നമ്മൾ കമ്പ്യൂട്ടർ മെമ്മറി പഠിക്കുമ്പോൾ വ്യക്തമായിട്ട് പഠിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, പോയിന്റ് ദ റൈറ്റ് ആൻസർ റിഗാർഡിംഗ് കീബോർഡ്. കീബോർഡുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ശരിയായിട്ടുള്ള പ്രസ്താവന എന്ത് ചെയ്യുക? തിരഞ്ഞെടുത്ത് എഴുതുക കേട്ടോ. ഒന്നാമത്തെ പ്രസ്താവന, എ കീബോർഡ് കൺസിസ്റ്റ് ഓഫ് എ സെറ്റ് ഓഫ് കീസ് വിച്ച് ഇൻക്ലൂഡ് ആൽഫബറ്റിക്, ന്യൂമറിക്, ഫംഗ്ഷൻ ആൻഡ് കൺട്രോൾ കീസ്. 2. The escape key on a keyboard is used to execute a command or run a program. 3. A wireless keyboard uses radio frequency or Bluetooth technology to communicate with the computer. 4. A keyboard can be used for both typing and controlling the cursor movement on the screen. എന്തായിരിക്കും കറക്റ്റ് ആൻസർ? എ ആണെങ്കിൽ എ, ഓപ്ഷൻ എയിൽ 1ഉം 2ഉം 3ഉം, ബിയിൽ 1, 3, 4, സിയിൽ 1, 2, 3, 4, ഡിയിൽ ഓൾ ഓഫ് ദിസ്. ഇങ്ങനെയുള്ള ഒരിഷ്ടം ഓപ്ഷൻസ് ഒക്കെ PSC പരീക്ഷയ്ക്ക് ചോദിക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഓൾ ഓഫ് ദീസും ഈ സിയും ഒക്കെ ഒരേ എഫക്റ്റ് ആണ് കേട്ടോ. എന്തായിരിക്കും കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ 1ഉം 3ഉം 4ഉമാണ് കറക്റ്റ് ആൻസർ. 1, 3, 4ഉമാണ് എന്താണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. എ കീബോർഡ് കൺസിസ്റ്റ് ഓഫ് സെറ്റ് ഓഫ് കീസ് വിച്ച് ഇൻക്ലൂഡ് ആൽഫബറ്റിക്, ന്യൂമറിക്, ഫംഗ്ഷൻ ആൻഡ് കൺട്രോൾ കീസ്. കീബോർഡിൽ ആൽഫബറ്റിക് കീസ് ഉണ്ട്, ന്യൂമറിക് കീസ് ഉണ്ട്, ഫംഗ്ഷൻ കീസ് ഉണ്ട്, കൺട്രോൾ കീസ് ഉണ്ട്. ദെൻ മൂന്നാമത്തെ പ്രസ്താവന നോക്കിയേ, എ വയർലെസ് കീബോർഡ് യൂസസ് റേഡിയോ ഫ്രീക്വൻസി ഓർ ബ്ലൂടൂത്ത് ടെക്നോളജി ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ കമ്പ്യൂട്ടർ. ഒരു വയർലെസ് കീബോർഡ് റേഡിയോ ഫ്രീക്വൻസി അല്ലെങ്കിൽ ബ്ലൂടൂത്ത് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? കമ്പ്യൂട്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇനി നാലാമത്തെ പ്രസ്താവന നോക്കിക്കേ, എ കീബോർഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ബോത്ത് ടൈപ്പിംഗ് ആൻഡ് കൺട്രോളിംഗ് ദ കർസർ മൂവ്മെൻറ്റ് ഓൺ ദ സ്ക്രീൻ. അപ്പം നമ്മുടെ ടൈപ്പിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്ക്രീനിൽ കാണുന്ന കർസറിൻ്റെ മൂവ്മെൻറ്റിനും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ കീബോർഡ് ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. സോ അതും ശരിയാണ്. ഈ രണ്ടാമത്തെ പ്രസ്താവന എന്താണ്? തെറ്റാണ്. കാരണം എസ്കേപ്പ് കീ ഉപയോഗിച്ച് നമുക്കൊരു കമാൻഡ് ഒന്നും ഒരിക്കലും എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയില്ല. എസ്കേപ്പ് കീ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഒരു ആപ്ലിക്കേഷനിൽ നിന്നും പുറത്തേക്ക് കടക്കുവാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കീ ആണ് എസ്കേപ്പ് കീ എന്ന് പറയുന്നത് കേട്ടോ. ഒരു ആപ്ലിക്കേഷനിൽ നിന്നും എക്സിറ്റ് ആവുവാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കീ ആണെന്ന് പറയുന്നത് എസ്കേപ്പ് കീ എന്ന് പറയുന്നത്. സോ ഇതിലെന്താണ്? തെറ്റാണ്. 1ഉം 3ഉം 4ഉമാണ് ശരിയായിട്ടുള്ള ഉത്തരമെന്ന് പറയുന്നത് കേട്ടോ. സോ ആലോചിച്ച് എന്ത് ചെയ്യുക? ഉത്തരം എഴുതുക. അടുത്ത ചോദ്യം, LCD monitors use liquid crystals that are sandwiched between 2 layers of polarizing material. What is the primary function of these crystals? നമ്മുടെ LCD മോണിറ്ററിൽ ലിക്വിഡ് ക്രിസ്റ്റൽസ് ഉപയോഗിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ അതിനെ 2 പോളറൈസിങ് മെറ്റീരിയലുകൾക്കിടയിൽ ഇങ്ങനെ ഒരു സാൻഡ്വിച്ചിനകത്ത് ഈ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ വെക്കും പോലെയാണ് വെച്ച് എന്ത് ചെയ്തിരിക്കുന്നത്? അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ക്രിസ്റ്റലിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഒന്നാമത്തെ പ്രസ്താവനയിൽ പറയുന്നു ടു സ്റ്റോർ ഡാറ്റ. രണ്ടാമത്തെ പ്രസ്താവനയിൽ പറയുന്നു ടു കൺട്രോൾ ദ ലൈറ്റ് പാസിംഗ് ത്രൂ ദ സ്ക്രീൻ. മൂന്നാമത്തെ പ്രസ്താവനയിൽ പറയുന്നു ടു ഡിസ്പ്ലേ ഹൈ ക്വാളിറ്റി ഇമേജസ്. നാലാമത്തെ പ്രസ്താവനയിൽ പറയുന്നു ടു എമിറ്റ് ലൈറ്റ് ഫോർ ബാക്ക് ലൈറ്റിംഗ്. എന്തായിരിക്കും കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ 1ഉം 2ഉം ശരിയാണ് എന്ന് പറയുന്നു. ഓപ്ഷൻ ബി 2 മാത്രം ശരിയാണ് എന്ന് പറയുന്നു. ഓപ്ഷൻ സിയിൽ 3ഉം 4ഉം ശരിയാണെന്ന് പറയുന്നു. ഓപ്ഷൻ ഡിയിലോ 4 മാത്രം ശരിയാണ് എന്ന് പറയുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി 2 only. അതായത് ഈ രണ്ടാമത്തെ പ്രസ്താവന മാത്രമാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. ടു കൺട്രോൾ ദ ലൈറ്റ് പാസിംഗ് ത്രൂ സ്ക്രീൻ. അപ്പോൾ സ്ക്രീനിലൂടെ ലൈറ്റ് പാസ് ചെയ്യുന്നതിനെ നിയന്ത്രിക്കുവാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ലിക്വിഡ് ക്രിസ്റ്റൽസ് സാൻഡ്വിച്ചഡ് ബിറ്റ്വീൻ 2 layers ഓഫ് പോളറൈസിങ് മെറ്റീരിയൽ. സോ ടു കൺട്രോൾ ദ ലൈറ്റ് പാസിംഗ് ത്രൂ ദ സ്ക്രീൻ. ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ LCDയിൽ ബാക്ക് ലൈറ്റിംഗ് ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് ആൾറെഡി പറഞ്ഞു തന്നു അല്ലേ. അതൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ.
അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കോമൺ റെസൊല്യൂഷൻ ഫോർ LCD മോണിറ്റേഴ്സ്? LCD മോണിറ്റേഴ്സിന് കോമൺ അല്ലാത്ത ഒരു റെസൊല്യൂഷൻ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. കറക്റ്റ് ആൻസർ 1440/1080. ഇത് കോമൺ ആയിട്ട് യൂസ് ചെയ്യാത്ത ഒരു എന്താണ് റെസൊല്യൂഷൻ ആണ് കേട്ടോ, റെസൊല്യൂഷൻ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. എന്താണ് റെസൊല്യൂഷൻ? കളക്ഷൻ ഓഫ് പിക്സൽസ് ആർ കാൾഡ് റെസൊല്യൂഷൻ കേട്ടോ. പിക്സൽസിൻ്റെ ഞെരുക്കം കൂടിക്കഴിഞ്ഞാൽ റെസൊല്യൂഷൻ കൂടും, പിക്ചർ ക്ലാരിറ്റി കൂടും. പിക്സൽസിൻ്റെ ഞെരുക്കം കുറഞ്ഞു കഴിഞ്ഞാൽ ലൂസ്ലി പാക്കഡ് ആണെങ്കിൽ റെസൊല്യൂഷൻ കുറയും, ക്ലാരിറ്റിയും കുറയും കേട്ടോ. പിക്സൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ, നമ്മൾ നമ്മുടെ മോണിറ്ററിൽ ടിവിയുടെയോ കമ്പ്യൂട്ടറിൻ്റെയോ ഒക്കെ മോണിറ്ററിൽ കണ്ണിങ്ങനെ അടുപ്പിച്ച് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ ഇമേജസ് ഒക്കെ ഫോം ചെയ്തിരിക്കുന്നത് കുറേ ഡോട്ടുകൾ ഉപയോഗിച്ചിട്ടാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഓരോ ഡോട്ടുകളെയും പറയുന്ന പേരാണ് പിക്സൽസ് എന്ന് പറയുന്നത് കേട്ടോ. ആ ഡോട്ടുകൾ വളരെ ക്ലോസ്ലി പാക്കഡ് ആണെങ്കിൽ നമ്മുടെ ക്ലാരിറ്റി, പിക്ചർ ക്ലാരിറ്റി കൂടുതലായിരിക്കും. ഓക്കെ, വിച്ച് ടൈപ്പ് ഓഫ് ബാക്ക് ലൈറ്റിംഗ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ മോഡേൺ LCD മോണിറ്റർ? ഈ മോഡേൺ LCD മോണിറ്റേഴ്സിൽ നല്ലൊരു ചോദ്യമാണ്. മോഡേൺ LCD മോണിറ്റേഴ്സിൽ ഉപയോഗിക്കുന്നത് ഏത് തരത്തിലുള്ള ബാക്ക് ലൈറ്റിംഗ് ആണ്? 1 ഇൻകാൻഡസെന്റ് ലൈറ്റിംഗ്, 2 ഫ്ലൂറസെന്റ് ലൈറ്റിംഗ് ബാക്ക് ലൈറ്റിംഗ്, 3 LED ലൈറ്റിംഗ് ബാക്ക് ലൈറ്റിംഗ്, 4 നിയോൺ ലൈറ്റിംഗ് ബാക്ക് ലൈറ്റിംഗ്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ 1 മാത്രമാണോ? ഓപ്ഷൻ ബി 2ഉം 3ഉം ആണോ? ഓപ്ഷൻ സി 3 മാത്രമാണോ? ഓപ്ഷൻ ഡി എല്ലാം ശരിയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്? കറക്റ്റ് ആൻസർ സി 3 മാത്രമാണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. അതായത് LED ലൈറ്റിംഗ് ആണ് നിലവിൽ LCD മോണിറ്ററിലും ബാക്ക് ലൈറ്റിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. പണ്ട് CCFL ആയിരുന്നു, പക്ഷേ മോഡേൺ LCD ഡിസ്പ്ലേയിലും എന്താണ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ബാക്ക് ലൈറ്റിംഗ് തന്നെയാണ് ഇമേജ് വിസിബിൾ ആക്കുവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, ഡിസ്പ്ലേ പാനലിൻ്റെ പുറകിലായിട്ട് റിഫ്ലക്റ്റ് ചെയ്യിക്കുന്നത് കേട്ടോ. അത് മനസ്സിലാക്കുക. പണ്ട് എന്തായിരുന്നു? CCFL ആയിരുന്നു കേട്ടോ. കോൾഡ് കാഥോഡ് ഫ്ലൂറസെന്റ് ലാമ്പ് ബാക്ക് ലൈറ്റിംഗ് ആണ് ഉപയോഗിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ടും ശക്തമായിട്ടും പഠിച്ചു. ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ക്ലാസ് തുടങ്ങിയ സമയത്ത് ഞാൻ കാണിച്ച കുറച്ച് POQ ഉണ്ട്, നമുക്ക് അതൊന്ന് നോക്കാം കേട്ടോ. Which of the following correctly orders the different types of memory devices in the ascending order based on their speed? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മെമ്മറി ഡിവൈസ് പഠിക്കുമ്പോഴത്തേക്ക് വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്യും. എന്നാലും ഞാൻ എൻ്റെ സ്പീഡിൻ്റെ അടിസ്ഥാനത്തിൽ മെമ്മറി ഡിവൈസസിൻ്റെ അസെൻഡിങ് ഓർഡർ പറഞ്ഞുതരാം. അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നമ്മൾ മെമ്മറി ഡിവൈസസിൻ്റെ വേഗതയുടെ അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മാഗ്നറ്റിക് ടേപ്പ്, അത് കഴിഞ്ഞ് കുറച്ചും കൂടി സ്പീഡുള്ള ഡിവൈസ് എന്ന് പറയുന്നത് ഹാർഡ് ഡിസ്ക്, കുറച്ചും കൂടി സ്പീഡുള്ള മെമ്മറി ഡിവൈസ് റാൻഡം ആക്സസ് മെമ്മറി, അതിനേക്കാളും വേഗതയേറിയത് ഏതാണ്? ക്യാഷ് മെമ്മറിയാണ്. ക്യാഷ് മെമ്മറിയേക്കാളും വേഗതയേറിയ മെമ്മറിയാണ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക, നല്ലൊരു ചോദ്യമാണ് കേട്ടോ. ഏറ്റവും വേഗതയേറിയ മെമ്മറി ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്റ്റേഴ്സ് ആണ്. ഏറ്റവും സ്മോളസ്റ്റ് മെമ്മറി എന്ന് പറയുന്നതും രജിസ്റ്റർ ആണ് എന്ന് മനസ്സിലാക്കുക. സോ ഓപ്ഷൻ ഡി മാഗ്നറ്റിക് ടേപ്പ്, ഹാർഡ് ഡിസ്ക്, റാം, ക്യാഷ് മെമ്മറി ആയിരുന്നു കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ? ഈ താഴെ പറയുന്നവയിൽ ശരിയായിട്ടുള്ള പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുവാനാണ് പറഞ്ഞിട്ടുള്ളത്. ലേസർ പ്രിന്റേഴ്സ് ആർ ആൻ എക്സാമ്പിൾ ഓഫ് എ നോൺ ഇമ്പാക്റ്റ് പ്രിന്റർ. ലേസർ പ്രിന്റർ നോൺ ഇമ്പാക്റ്റ് പ്രിന്ററിന് എക്സാമ്പിൾ ആണോ? ആണ്. ലേസർ പ്രിന്റർ എന്ന് പറഞ്ഞാൽ ഒരു നോൺ ഇമ്പാക്റ്റ് പ്രിന്റർ ആണ്. എ പ്ലോട്ടർ ഈസ് ആൻ ഔട്ട്പുട്ട് ഡിവൈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് വെരി ലാർജ് ആൻഡ് ഹൈ ക്വാളിറ്റി ഡ്രോയിങ്സ്. അതും ശരിയാണ്. An OCR converts an image of text into machine readable text format. ശരിയാണോ? അതും ശരിയാണ്. Then light pen is a printing device used to print images. അത് ശരിയാണോ? അത് തെറ്റാണ്. സോ എയും ബിയും സിയും ശരിയാണ്. അതായത് ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അതായത് സ്റ്റേറ്റ്മെന്റ് എ ശരിയാണ്, സ്റ്റേറ്റ്മെന്റ് ബി ശരിയാണ്, സ്റ്റേറ്റ്മെന്റ് സിയും ശരിയാണ്. ലൈറ്റ് പെന്നിന്റെ ഈ ഡി മാത്രം എന്താണ്? തെറ്റാണ്. അപ്പോൾ ലൈറ്റ് പെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു പ്രിന്റിംഗ് ഡിവൈസ് ഒന്നുമല്ല എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ഓക്കെ, ദെൻ അപ്പോൾ എയും ബിയും സിയും എന്താണ്? ശരിയാണ്. ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ചെല്ലാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഫീച്ചേഴ്സ് ഓഫ് പ്രൈമറി സ്റ്റോറേജ്? പ്രൈമറി സ്റ്റോറേജിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം കേട്ടോ. എ ലാർജ് കപ്പാസിറ്റി ആൻഡ് വോളറ്റൈൽ, സി ലാർജ് കപ്പാസിറ്റി ആൻഡ് നോൺ വോളറ്റൈൽ, സി സ്മോൾ കപ്പാസിറ്റി ആൻഡ് വോളറ്റൈൽ, ഡി നൺ ഓഫ് ദിസ്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ വന്നിട്ട് ഓപ്ഷൻ സി ആണ് കേട്ടോ. സ്മാൾ കപ്പാസിറ്റി ആൻഡ് വോളറ്റൈൽ ലാർജ്. പ്രൈമറി സ്റ്റോറേജിന് കപ്പാസിറ്റി വളരെയധികം കുറവായിരിക്കും കേട്ടോ. സ്റ്റോറേജ് കപ്പാസിറ്റി കുറവായിരിക്കും, പക്ഷേ വോളറ്റൈലാണ്. ഡാറ്റാസ് താൽക്കാലികമായിട്ട് മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ? സ്റ്റോർ ചെയ്ത് വെക്കുകയുള്ളൂ. സ്ഥിരമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കത്തില്ല. പവർ എപ്പോൾ വരെ ആണോ കിട്ടുന്നത് അതുവരെ മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ? നമ്മുടെ പ്രൈമറി സ്റ്റോറേജ് ഡാറ്റാസ് സ്റ്റോർ ചെയ്ത് വെക്കുകയുള്ളൂ. പവർ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഡാറ്റ ലോസ് ആയി പോകും. അതുകൊണ്ടാണ് വോളറ്റൈൽ എന്ന് പറയുന്നത് കേട്ടോ.
വോളറ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പററി ആയിട്ട് ഡാറ്റ എന്ത് ചെയ്യുള്ളൂ, സ്റ്റോർ ചെയ്ത് വെക്കുകയുള്ളൂ. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, സ്മോൾ കപ്പാസിറ്റി ആൻഡ് വോളറ്റൈൽ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ പ്രോഗ്രാംസ് ആൻഡ് ഡാറ്റ വിച്ച് ഡു നോട്ട് ചേഞ്ച് ആൻഡ് ആർ ഫ്രീക്വൻ്റ്ലി യൂസ്ഡ്? അതായത് ഡാറ്റാസും പ്രോഗ്രാംസും ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുവാനായിട്ട് യൂസ് ചെയ്യുന്നു, പക്ഷേ പെർമനൻ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നത്. ഒരു കാരണവശാലും നമുക്ക് ഇടയ്ക്ക് വെച്ച് അതിനെ മോഡിഫൈ ചെയ്യാനോ ചേഞ്ച് ചെയ്യാനോ സാധിക്കില്ല. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മെമ്മറി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. കറക്റ്റ് ആൻസർ വന്നിട്ട് ഓപ്ഷൻ എ റോം ആണ് കേട്ടോ. റോം ആണ് കറക്റ്റ് ആൻസർ. അതായത് റീഡ് ഓൺലി മെമ്മറി. എന്താണ് റീഡ് ഓൺലി മെമ്മറി? റീഡ് ഓൺലി മെമ്മറി, റീഡ് ഓൺലി മെമ്മറി. നമ്മളിത് മെമ്മറി ഡിവൈസ് പഠിക്കുമ്പോൾ വ്യക്തമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് കേട്ടോ. റീഡ് ഓൺലി മെമ്മറിയാണ് കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്, നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ സ്റ്റാർട്ടപ്പിന് അല്ലെങ്കിൽ ബൂട്ടിങ്ങിന് ആവശ്യമായിട്ട് വരുന്ന ഡാറ്റാസും പ്രോഗ്രാംസും ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് കിടക്കുന്ന ഡാറ്റാസിനെ ഒരിക്കലും എന്ത് ചെയ്യാൻ സാധിക്കില്ല, എഡിറ്റ് ചെയ്യാനോ ചേഞ്ച് ചെയ്യാനോ സാധിക്കത്തില്ല എന്നുള്ള കാര്യവും മനസ്സിലാക്കുക കേട്ടോ. മെമ്മറി ഡിവൈസ് പഠിക്കുമ്പോൾ ഇത് നമ്മൾ വ്യക്തമായിട്ട് ചർച്ച ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രൊവൈഡ്സ് ഫാസ്റ്റസ്റ്റ് ആക്സസ് ടു ലാർജ് വീഡിയോ ഫയൽസ്? ലാർജ് വീഡിയോ ഫയൽസിനെ നമുക്ക് വളരെ വേഗത്തിൽ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നത് ഏത് തരത്തിലുള്ള ഹാർഡ് ഡ്രൈവ്സ് ആണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, SCSI ഹാർഡ് ഡ്രൈവ്. SCSI ഹാർഡ് ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മാൾ കമ്പ്യൂട്ടർ സിസ്റ്റം ഇൻ്റർഫേസ്. സ്മോൾ കമ്പ്യൂട്ടർ സിസ്റ്റം ഇൻ്റർഫേസ് ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. SCSI ഹാർഡ് ഡ്രൈവ്സ് കേട്ടോ. SCSI ഹാർഡ് ഡ്രൈവ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് ലാർജ് വീഡിയോ ഫയൽസിന് എന്ത് ചെയ്യാൻ കഴിയും, ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് ദ ഓഡ് വൺ ഫ്രം ദ ഫോളോയിങ്. ഇവിടെ പറഞ്ഞിരിക്കുന്നവയിൽ ഒറ്റപ്പെട്ട പെയേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുക, തിരഞ്ഞെടുക്കുക. ഓഡ് വൺ. ഓപ്ഷൻ എ മൗസ്, കീബോർഡ്, സ്കാനർ, പ്രിൻ്റർ. ഇവിടെ നോക്കുമ്പോഴത്തേക്ക് മൗസ് ഇൻപുട്ട് ഡിവൈസ് ആണ്, കീബോർഡ് ഇൻപുട്ട് ഡിവൈസ് ആണ്, സ്കാനർ ഇൻപുട്ട് ഡിവൈസ് ആണ്, പക്ഷേ പ്രിൻ്റർ ഇൻപുട്ട് ഡിവൈസ് അല്ല. ബി സ്കാനർ, പ്ലോട്ടർ, ജോയ്സ്റ്റിക്, സ്പീക്കർ. ഇവിടെ സ്കാനറും പ്ലോട്ടറും എന്താണ്, ഔട്ട്പുട്ട് ഡിവൈസും, ജോയ്സ്റ്റിക്കും സ്പീക്കറും എന്താണ്, ഇൻപുട്ട് ഡിവൈസുമാണ്. സി മൗസ്, മൈക്രോഫോൺ, ലൈറ്റ് പെൻ, ടച്ച് സ്ക്രീൻ. ഇവിടെ മൗസ്, മൈക്രോഫോണ്, ലൈറ്റ് പെന്ന്, ടച്ച് സ്ക്രീൻ ഇവയെല്ലാം എന്താണ്, ഇൻപുട്ട് ഡിവൈസസ് ആണ്. ദെൻ ഡി മൗസ്, മോണിറ്റർ, പ്ലോട്ടർ, പ്രിൻ്റർ ഇവ മൂന്നും ഔട്ട്പുട്ട് ഡിവൈസും, മൗസ് മാത്രം ഇൻപുട്ട് ഡിവൈസുമാണ്. പൂർണ്ണമായിട്ടും ഇൻപുട്ട് ഡിവൈസസ് കാണാൻ സാധിക്കുന്നത് ഓപ്ഷൻ സി ആണ്, അതായത് മൗസ്, മൈക്രോഫോണ്, ലൈറ്റ് പെന്ന്, ടച്ച് സ്ക്രീൻ. സോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓപ്ഷൻ സി ആണ്. മൗസ്, മൈക്രോഫോണ്, ലൈറ്റ് പെന്ന്, ടച്ച് സ്ക്രീൻ ഇത്രയും എന്താണ്, ഇൻപുട്ട് ഡിവൈസസ് ആണ്, മുഴുവൻ ഇൻപുട്ട് ഡിവൈസസ് ആണ്. അപ്പോൾ അതാണ് കറക്റ്റ് ഓഡ് വൺ ആയിട്ടുള്ളത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇൻപുട്ട് ഡിവൈസിനകത്ത് നിന്നും ഔട്ട്പുട്ട് ഡിവൈസിനകത്ത് നിന്നും ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കുവാൻ സാധ്യതയുണ്ട് കേട്ടോ. സോ അത് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇൻപുട്ട് ഡിവൈസ് ഏതൊക്കെയാണ്, ഔട്ട്പുട്ട് ഡിവൈസ് ഏതൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഔട്ട്പുട്ട് ഡിവൈസ്? ഈ താഴെ പറയുന്നവയിൽ ഔട്ട്പുട്ട് ഡിവൈസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ കീബോർഡ്, ഓപ്ഷൻ ബി മൗസ്, ഓപ്ഷൻ സി ലൈറ്റ് പെൻ. ഇവ മൂന്നും ഇൻപുട്ട് ഡിവൈസ് ആണ്, നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. പ്രിൻ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി പ്രിൻ്റർ ആണ് കേട്ടോ. കൂടുതൽ കഥ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഇത് നല്ലൊരു ചോദ്യം. ഹൗ മെനി ബൈറ്റ്സ് ഡസ് 2 കിലോബൈറ്റ്സ് റെപ്രസെൻറ്റ്? 2 കിലോബൈറ്റ്സ് എത്ര ബൈറ്റാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ എനിക്കൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, അതിനുശേഷം ഞാൻ അതിൻ്റെ ആൻസർ പറയാം കേട്ടോ. അതായത് ഒരു ബൈറ്റ്, 1 ബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ബിറ്റുകളാണ്. 8 ബിറ്റാണ് 1 ബൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. 1 ബൈറ്റ് മനസ്സിലാക്കുക, 8 ബിറ്റാണ് 1 ബൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ 1024 ബൈറ്റാണ് 1 കിലോ ബൈറ്റ് എന്ന് പറയുന്നത്. 1 കിലോ ബൈറ്റ്. ദെൻ 1024 കിലോ ബൈറ്റ് ആണ്, ഞാൻ KB എന്ന് പറയുന്നു, കിലോ ബൈറ്റ് ആണ് 1 മെഗാബൈറ്റ് എന്ന് പറയുന്നത്. ദെൻ 1024 മെഗാബൈറ്റ് ആണ് 1 ജിഗാബൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ 1024 GB ജിഗാബൈറ്റ് ആണ് 1 ടെറാബൈറ്റ് എന്ന് പറയുന്നത്. ഇത്രയും ഒന്ന് പഠിക്കുക. ഓക്കെ, 1 ടെറാബൈറ്റ് എന്ന് പറയുന്നത് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ മെനി ബൈറ്റ്സ് ഡസ് 2 കിലോബൈറ്റ്സ് റെപ്രസെൻറ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ 1 കിലോബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1024 ബൈറ്റ് അല്ലേ.
ഇവിടെ 2 കിലോബൈറ്റ് ആണ് എത്ര ബൈറ്റ് ആണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 1024 പ്ലസ് 1024 8402 2048 ബൈറ്റ് ആയിരിക്കും 2 കിലോബൈറ്റ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പം ഇതെല്ലാം നമ്മൾ ഇതിനെക്കുറിച്ച് കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള കാര്യം മെമ്മറി ഡിവൈസസിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ചോദ്യങ്ങൾ വരുന്നു അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം എന്നുള്ളതിൻ്റെ ഒരു മാതൃകയാണ് ഇവിടെ കുറച്ച് മുൻവർഷ പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങൾ ഇവിടെ എടുത്തുകൊണ്ട് വന്നത് കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, DPI മീൻസ്. DPIയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഡോട്ട്സ് പ്രോസസ്സിംഗ് ഇഞ്ച് ആണോ, ഓപ്ഷൻ ബി ഡോട്ട്സ് പെർ ഇഞ്ച് ആണോ, ഓപ്ഷൻ സി ഡയഗ്രാം പെർ ഇഞ്ച് ആണോ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ആണോ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഡോട്ട്സ് പെർ ഇഞ്ച് ആണ് കേട്ടോ. ഡോട്ട്സ് പെർ ഇഞ്ച് ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. ഡോട്ട്സ് പെർ ഇഞ്ച്. ഓക്കെ, നമ്മുടെ എന്താ പറയേണ്ടത്, പ്രിന്ററിൽ ക്യാരക്ടേഴ്സ് പ്രിന്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു യൂണിറ്റ് ആണ് ഡോട്ട്സ് പെർ ഇഞ്ച് എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത് കേട്ടോ. അപ്പോൾ DPI മീൻസ് എന്താണ് എന്ന് ചോദിച്ചാൽ പറയുക ഡോട്ട്സ് പെർ ഇഞ്ച്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു ചോദ്യം നമുക്ക് നോക്കാം. ഇത് കാറ്റഗറി നമ്പർ 42/23 നടന്ന പരീക്ഷയിൽ ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ. വിച്ച് ഈസ് യൂസ്ഡ് ടു പ്രിന്റ് വെക്റ്റർ ഗ്രാഫിക്സ്. വെക്റ്റർ ഗ്രാഫിക്സ് പ്രിന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ചുവടെ തന്നിരിക്കുന്നവയിൽ ഏത് പ്രിന്റർ ആണ് എന്നാണ് ചോദ്യം കേട്ടോ. എന്താണ് ഈ വെക്റ്റർ ഗ്രാഫിക്സ് എന്ന് നിങ്ങൾക്ക് അറിയാമോ? വെക്റ്റർ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാമിംഗ് കമാൻഡ്സ് ഉപയോഗിച്ചും മാത്തമെറ്റിക്കൽ ഫങ്ഷൻസ് ഉപയോഗിച്ചും 2D 3D ലൈൻസ് ഡ്രോ ചെയ്യുന്ന ആ ഒരു ഇമേജിനെയാണ് വെക്റ്റർ ഗ്രാഫിക്സ് എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് പ്രോഗ്രാമിംഗ് കമാൻഡ്സ് ഉപയോഗിച്ചും അതേപോലെ തന്നെ എന്താണ് മാത്തമെറ്റിക്കൽ ഫംഗ്ഷൻസ് ഉപയോഗിച്ചും നമ്മൾ 2 ഡയമെൻഷണൽ ലൈൻസും അതുപോലെ തന്നെ 3 ഡയമെൻഷണൽ ആയിട്ടുള്ള ലൈൻസ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, വരയ്ക്കാനായിട്ട് സാധിക്കും. അത്തരത്തിലുള്ള ഡ്രോയിങ്സിനെ നമുക്ക് വെക്റ്റർ ഗ്രാഫിക്സ് എന്ന് പറയാം. നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ചുവടെ തന്നിരിക്കുന്നവയിൽ വെക്റ്റർ ഗ്രാഫിക്സ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ലേസർ പ്രിന്റർ, ഓപ്ഷൻ സി തെർമൽ പ്രിന്റർ, ഓപ്ഷൻ ബി ടെലി പ്രിന്റർ, ഓപ്ഷൻ ഡി പ്ലോട്ടർ. ഏതായിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്? ഒന്ന് ആലോചിച്ചേ. ഇതൊരു വെറൈറ്റി ചോദ്യമാണല്ലേ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി പ്ലോട്ടർ ആണ് കേട്ടോ. ഓപ്ഷൻ ഡി പ്ലോട്ടർ ആണ്. വെക്റ്റർ ഗ്രാഫിക്സ് പ്രിന്റ് ചെയ്യിക്കുവാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് എന്ന് പറയുന്നത് എന്താണ്? പ്ലോട്ടർ ആണ്. എന്താണ്? പ്ലോട്ടർ ആണ്. പ്ലോട്ടർ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? 2D 3D 2 ഡയമെൻഷണൽ 3 ഡയമെൻഷണൽ ഡ്രോയിങ്സ് എന്ത് ചെയ്യാൻ പറ്റും? ലൈൻസ് വരയ്ക്കാനായിട്ട് സാധിക്കും കേട്ടോ. നമ്മുടെ പ്ലോട്ടറിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ നേരത്തെ പ്ലോട്ടർ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്ലോട്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് വലിയ വലിയ ടെക്നിക്കൽ ഡ്രോയിങ്സ്, വലിയ വലിയ മെഷീൻസിൻ്റെ ബ്ലൂ പ്രിൻറ്റ്സ് വരയ്ക്കുവാനും ആർക്കിടെക്ചറൽ ഡ്രോയിങ്സ് വരയ്ക്കുവാനും അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്സ് വരയ്ക്കുവാനും ഒക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? പ്ലോട്ടർ യൂസ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ഡ്രോയിങ്സ് ഒക്കെ വരയ്ക്കുമ്പോൾ നമുക്ക് പ്ലാൻസ്, എലിവേഷൻസ്, ഫ്രണ്ട് വ്യൂ, ബാക്ക് വ്യൂ, സൈഡ് വ്യൂ, ഇങ്ങനെയുള്ള ഒരുപാട് രീതിയിൽ വരയ്ക്കേണ്ടതായിട്ട് വരും. അപ്പം ഇത്തരം ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും? വെക്റ്റർ ഗ്രാഫിക്സ് അതിനകത്ത് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. മാത്രമല്ല പ്ലോട്ടർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് തരത്തിലുള്ള കളർ പെൻസ് ഉണ്ടാവും. ഈ പെൻസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള ലൈൻസ് ഒക്കെ വരയ്ക്കുവാനായിട്ടാണ് കേട്ടോ. ഇത്തരത്തിലുള്ള ലൈൻസ്, അതായത് പല പല മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം പ്രോപ്പറായിട്ട് വരയ്ക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് കളർസിലുള്ള പേനകൾ പ്ലോട്ടറിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യവും മനസ്സിലാക്കുക. അപ്പോൾ പ്ലോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. പ്രധാനമായിട്ടും ലാർജ് ക്വാളിറ്റി ഇമേജസും അതേപോലെ തന്നെ വലിയ സൈസിലുള്ള ഇമേജസും പോസ്റ്റേഴ്സ്, ഫ്ലെക്സുകൾ അല്ലെങ്കിൽ വലിയ ടെക്നിക്കൽ ഡ്രോയിങ്സ് ഒക്കെ പ്രിൻ്റ് എടുക്കുവാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? പ്ലോട്ടേഴ്സ് യൂസ് ചെയ്യുന്നത് കേട്ടോ. സോ വെക്റ്റർ ഗ്രാഫിക്സ് വരയ്ക്കുവാനായിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രിൻ്റ് എടുക്കുവാനായിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസ് ഏതാണെന്ന് ചോദിച്ചാൽ പറയുക അത് പ്ലോട്ടറാണ് എന്ന് എന്ത് ചെയ്യുക? മനസ്സിലാക്കുക കേട്ടോ. പ്ലോട്ടറാണ്. ഓക്കെ, നമ്മുടെ ഓപ്ഷനിൽ ലേസർ പ്രിൻ്റർ, തെർമൽ പ്രിൻ്ററൊക്കെ ഉണ്ട്. ഈ ലേസർ പ്രിൻ്ററും തെർമൽ പ്രിൻ്ററൊക്കെ ആക്ച്വലി എന്താണ്? ഇതെല്ലാം നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററുകളാണ് അല്ലേ. നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററുകളാണ്. ലേസർ പ്രിൻ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് ലൈറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത്? ക്യാരക്ടേഴ്സ് പ്രിൻ്റ് ആവുന്നത്. തെർമൽ പ്രിൻ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് ഹീറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത്? ക്യാരക്ടേഴ്സ് പ്രിൻ്റ് ആവുന്നത് കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഇൻപുട്ട് ഡിവൈസും ഔട്ട്പുട്ട് ഡിവൈസും ഒക്കെ മനസ്സിലായി. നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്തു. മുൻവർഷ പരീക്ഷകളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്തു. അതുപോലെ തന്നെ 1-2 ക്വസ്റ്റ്യൻസിൽ മെമ്മറി ഡിവൈസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ചോദ്യങ്ങൾ കൂടി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്തരം മാതൃകയിലായിരിക്കും ഇനി വരാൻ പോകുന്ന പരീക്ഷയിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാവുക. ഈ ക്ലാസ് എല്ലാവരും നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇനി മറ്റൊരു ക്ലാസ്സിൽ കാണുന്നത് വരേക്കും ഗുഡ് ബൈ.